നമ്മുടെ കർത്താവിന് മുമ്പിൽ താഴ്മയോടെ നമ്മളെ സമർപ്പിക്കാം. ഈ ഭൂമി അതിലെ ഓരോ മനുഷ്യനും സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസ്നേഹത്തിൽ അവൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തി നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അസൂയയോടും വെറുപ്പോടും നോക്കുന്നതാണ് പിശാച്. ആയതുകൊണ്ട് പിശാചിൻ്റെ ആഗ്രഹം മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് അകലണമെന്നാണ്. എന്നാൽ യേശു വെളിപ്പെട്ടിട്ട് താൻ ആരാണ് എന്ന് തൻ്റെ സ്ലീഹന്മാർക്ക് വെളിപ്പെട്ട് കിട്ടി. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആ വെളിപ്പെടുത്തൽ കിട്ടിയുള്ളൂ. പൗലോസ് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ആ കണക്ഷൻ കിട്ടിയുള്ളൂ. മറ്റുള്ളവരൊക്കെ കേട്ടിട്ട് കൊള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി. ഒരിക്കൽ പൗലോസ് ഒരു നദിയുടെ തീരത്ത് കുറെ സ്ത്രീകളിരുന്ന് തുണികൾക്ക് ചായ മുക്കുന്നത് കണ്ടു. അപ്പോൾ പൗലോസിന് തോന്നി ഇവരോട് വചനം പറയാം. ആ സ്ത്രീകളെല്ലാം അത് കേട്ടു. ചിലർ പറഞ്ഞു കൊള്ളാലോ, ചിലർ പറഞ്ഞു ഇയാളെന്തോ ഈ പറയുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ഹൃദയം ദൈവം തുറന്നു. അവൾ സ്നാനം സ്വീകരിച്ചു. അവളുടെ ഭവനത്തിൽ പൗലോസിനെയും കൂട്ടുകാരെല്ലാം സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളൊരു പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാവർക്കും കിട്ടില്ല, അങ്ങനെ വിചാരിക്കരുത്. അത് കിട്ടാനുള്ളൊരു ഏക വഴി എന്ന് പറയുന്നത് നുറുങ്ങിയ ഹൃദയമാണ്. തീർത്തും ദാവീദ് പറയുന്നുണ്ട്, നുറുങ്ങിയ ഹൃദയം ദൈവം നിരസിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞ അപ്പസ്തോല ഗണം, വിശുദ്ധരുടെ ഗണം കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഈ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലയുള്ളത് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും വിലയുള്ളത്? എൻ്റെ കഴുത്ത കിടക്കുന്ന മാല പവന് 1,00,000 രൂപ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇവിടുന്ന് ഏതെങ്കിലും ഒരാൾ ഒരു കൊച്ചു പിച്ചാത്തി എടുത്ത് നിങ്ങളുടെ വയറിനെ തന്നെ കുത്തി പിടിച്ചിട്ട് കഴുത്ത കിടക്കുന്ന മാല തന്നില്ലെങ്കിൽ ഇപ്പം കൊല്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? കൊന്നാലും തരില്ല എന്നാരെങ്കിലും പറയൂ? അങ്ങനെയാണ് പറയുക. കൊന്നാലും തരില്ല എന്നല്ല പറയുക, പൊന്നിയാട്ട കൊണ്ടോക്കോ കൊല്ലല്ലേ എന്ന് പറയും. കാരണം നമുക്ക് സ്വർണത്തേക്കാൾ വില എന്തിനുണ്ട്? 3-4 ദിവസങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ജീവൻ അത്രയും വിലയുണ്ട്. അപ്പോസ്തലന്മാരെ വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, ദേ ആ നസറായനെ കുറിച്ച് പറഞ്ഞ കൊല്ലും. അപ്പൊ അവര് പറഞ്ഞു, കൊല്ലുകയാണെങ്കിൽ കൊന്നോ, പക്ഷെ ഞങ്ങളെ സത്യം പറയാതിരിക്കില്ല. പിന്നീട് കൊലപാതകത്തിന്റെ പരമ്പരകളായിരുന്നു. പക്ഷെ അവരെ ഏറ്റു പറഞ്ഞു, കൊല്ലുവാണെങ്കിൽ ഞങ്ങൾ മാറ്റി പറയില്ല, അവൻ മാത്രം സത്യദൈവം. ആ വിശ്വാസ ധീരത പകർന്നൊഴുകിയത് സ്വീകരിക്കാൻ ഹൃദയം തുറക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു വചന ശുശ്രൂഷയ്ക്ക് നമ്മൾ വന്നിരിക്കുമ്പം വികാരി അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രോഗ്രാമാണ്, ഒരു ഫംഗ്ഷനാണ് എന്ന രീതിയിലാണ് ഒരുപക്ഷേ നമ്മൾ വന്നിട്ടുണ്ടാവുക. പക്ഷെ സ്വർഗം അങ്ങനെയല്ല കാണുന്നത്. സ്വർഗം അങ്ങനെയല്ല കാണുന്നത്. യോഹന്നാൻ 6:44 ഒരു ക്ഷണക്കത്തുണ്ട്. യോഹന്നാൻ 6:44 ക്ഷണക്കത്ത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. ഓർക്കണം, കസരയിൽ വന്നിരിക്കുന്നതിനല്ല, വചനത്തിന്റെ ഏതെങ്കിലും ഒരു പൊരുള് ഒരു നെഞ്ചിനകത്തേക്ക് തൊട്ടാൽ അതിൻ്റെ അർത്ഥം നാം ക്ഷണിക്കപ്പെട്ടവരെന്നാണ്. എന്തിന്? ഈ കർത്താവിനെ വാഴ്ത്താൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.
2 വരി പാട്ട്. ഈ യേശു എൻ്റെ കർത്താവാണ്. കൊച്ചിന് മടിയിലൊന്നും കുഴപ്പമില്ല, ഇരുന്നു. ക്ഷീണമുള്ളവരും കൊച്ചുങ്ങളുടെ മടിയിലുള്ളവരും അവിടെ ഇരുന്നാൽ മതി. കണ്ണുകളടച്ച് നമ്മൾ ഈ പ്രഖ്യാപനം, നിക്യാ സെന്നഗതോസിന്റെ പ്രഖ്യാപനമാണ്. യേശു സത്യദൈവം. ഈ ആലയത്തിലിരുന്ന് യേശുവിന് വേണ്ടി മരണം പ്രാപിച്ച ആ യാക്കോബ് ശ്ലീഹയുടെ മധ്യസ്ഥത, യേശുവിനെ ഉയർത്തിയ പരിമല തിരുമേനി, യേശുവിനെ മഹത്വപ്പെടുത്തിയ മൊറഗിനാഥീസ്, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പരിശുദ്ധമ്മ, അവരുടെ എല്ലാം വിശുദ്ധരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇപ്പം എല്ലാവരും ആദ്യത്തെ ഈ 2 വരികളൊന്ന് പാടി പ്രാർത്ഥിക്കണം. അതൊരു വലിയ മുദ്രാവാക്യം വിളിക്കലാണ്. യേശു ക്രിസ്തു എന്നുള്ളത് പേരല്ല, ആരുടെ പേരല്ലത്, യേശു എന്നാണ് പേര്. ശിഷ്യന്മാർ വിളിച്ച ഒരു മുദ്രാവാക്യം എന്നെല്ലാം വിളിച്ചു പറഞ്ഞു, നമ്മൾ വിപ്ലവം വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്ന പോലെ, യേശു ഞങ്ങളുടെ രക്ഷകനാണ്, യേശു ഞങ്ങളുടെ ക്രിസ്തുവാണ്. അതുപോലെ ഉറക്കം പ്രഖ്യാപിച്ചതാണ് യേശു ക്രിസ്തു എന്നുള്ളത്. ആ യേശു എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ആ നല്ല ബോധ്യത്തോടെ, ഞാൻ ഏതോ ഒരു മതപഹാട് മുമ്പിൽ വെച്ച് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ സാക്ഷി നിർത്തി എൻ്റെ ഇളം കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ട ആരോ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉടമ്പടിയിൽ എന്നെ ചേർത്ത് കെട്ടി, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, പിശാചിനെ ഉപേക്ഷിക്കുന്നു. മാമോദീസയുടെ ഉടമ്പടിയിൽ നാം ഏറ്റുപറഞ്ഞ ആ വിശ്വാസം നിരന്തരം പ്രഘോഷിച്ച് ആത്മാവിൽ നിറയാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറയുന്നു, വിശ്വാസത്തോടെ നാം ഇത് പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ സ്പർശനം വരെ ഉണ്ടാകും. ദൈവം തൊടും. വിശ്വാസത്തോടെ നമുക്കിത് പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും അടിയങ്ങളെ തന്നെ താഴ്മയായി സമർപ്പിക്കുന്നു. വാഴ്ത്തണമേ. ഇതിൽ രോഗികളായ മക്കളുണ്ട്, അങ്ങ് വാഴ്ത്തണമേ. ഹൃദയത്തിൽ വലിയ ഭാരവും പേറി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അങ്ങ് തൊടണമേ.
മുമ്പിൽ വലിയ അന്ധകാരം ബാധിച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്ന ചില മക്കളുണ്ട്. അങ്ങ് വഴിതെളിക്കണമേ. തകർന്ന് കിടക്കുന്ന ഹൃദയങ്ങളുണ്ട്, അങ്ങ് സ്പർശിക്കണമേ. അവിടുത്തെ മഹനീയമായ കൃപ ഈ മക്കളുടെ മേൽ പകരണമേ. അമ്മേ മാതാവേ, വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുനാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കുക. ദൈവത്തിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പതുക്കെ യേശുവിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം മാതാവ് യേശുവിനെ ഈ ഭൂമിക്ക് പകർന്നത് വാഗ്ദാനങ്ങളിലൂടെ പകർന്ന കാര്യം പറഞ്ഞു. ആ യേശുവിൽ സ്നേഹത്തിൽ ജീവിക്കണമെന്ന് രണ്ടാമത്തെ ദിവസം നമ്മളിങ്ങനെ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചു. ആ യേശുവിനെ പട്ടിക്കും പന്നിക്കും ഇട്ടുകൊടുക്കാത്ത കൃപാവരങ്ങൾ നൽകുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരിച്ചു പോകില്ലെന്ന നല്ല ബോധ്യത്തോടെ ദാവീദ് പുത്ര എന്ന് വിളിക്കണമെന്ന് ഇന്നലെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം. അതൊക്കെയാണോ നിങ്ങൾ കേട്ടത്? ഞങ്ങൾ എന്നെ കേട്ടതെന്നൊന്നും അറിയാൻ മേല, എന്താണ്ടൊക്കെ ഇവിടെ കിടന്ന്. പിന്നിനി പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ യേശുവിനെ ഉയർത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഞങ്ങൾ ഈ തൂത്തൂട്ടി ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് എല്ലാ ശുശ്രൂഷകളിലും യേശുവിനെ ഉയർത്തിയാണ് പറയുക. പണ്ടൊക്കെ കൺവെൻഷന് പോകുമ്പോൾ ദാവീദ് ബർസേബയുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ അവിടുത്തെ 2 കഥകളൊക്കെ പറഞ്ഞ് അങ്ങ് പോവുമായിരുന്നു. പക്ഷെ പറയേണ്ടത് യേശുവിനെ കുറിച്ചാണ് എന്നൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ ഉയർത്തുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ. അപ്പൊ ഇപ്പം നമ്മൾ ആമുഖത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ്. 1 കൊരിന്ത്യൻസ് 12:3 പൗലോസ് പറയുകയാണ്. ഇന്ന് ഞാൻ കുറച്ചധികം വചനം പറയും. 1 കൊരിന്ത്യൻസ് 12:3 പറയുകയാണ്, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ല. അപ്പൊ നിങ്ങൾ പറയും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഞങ്ങൾ പറയും യേശു കർത്താവാണെന്ന്. അത് നിന്റെ വായ കൊണ്ട് പറയാം. നിന്റെ ആത്മാവിൽ അത് ഘോഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അങ്ങനെ അത് ഏറ്റു പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ആ കണക്ഷൻ ശരിയാവുക, ആ ശക്തി നമുക്ക് ബലപ്പെടുക. നമുക്കറിയാം, ദൈവത്തെ വെളിപ്പെടുത്തേണ്ടവനായ ആദം പാപം ചെയ്തു. നിങ്ങൾ എന്നോട് പറയണ ഉത്തരം, ആദം ചെയ്ത പാപം എന്താണ്? നമ്മൾ സൺഡേ സ്കൂൾ തൊട്ട് പഠിച്ചു അനുസരണക്കേടെന്ന്. അല്ല, അനുസരണക്കേടല്ല ആദം ചെയ്ത പാപം. ആദം ചെയ്ത പാപത്തിന്റെ പ്രവൃത്തിയാണ് അനുസരണക്കേട്. ആദം ചെയ്ത പാപം എന്താണ്? ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു. അതുകൊണ്ടല്ലേ അനുസരണക്കേടുണ്ടായത്? പറ. അനുസരണക്കേട് എന്നൊരു പ്രവൃത്തി വരാനുള്ള കാരണം ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു. അതുകൊണ്ട് അവിശ്വാസമാണ് പാപം. ദൈവം പറഞ്ഞത് വിശ്വസിച്ചില്ല. ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്തത് കൊണ്ട് ആദം നഗ്നനായിപ്പോയി. ബൈബിൾ ഇങ്ങനെ കാണുകയാണ്, ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ നാസരേന്ദ്രിയങ്ങളിലേക്ക് ഊതി, അപ്പോൾ അവൻ ജീവനുള്ള, ആ കറുത്ത ഷർട്ടിന്റെ ആളുടെ കയ്യിൽ വേദോസം ഉണ്ട് അല്ലേ? ജീവനുള്ള, പറ ജീവനുള്ള, പറ ജീവനുള്ള ദേഹിയായി. ദേഹം, ദേഹി, ആത്മാവ് ഇങ്ങനെയുണ്ട്. ആ ദൈവം ഊതിക്കഴിഞ്ഞപ്പോൾ ജീവനുള്ള ദേഹിയായി. ജീവനുള്ള ദേഹമല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്പൊ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ദൈവം പറഞ്ഞു നീ പാപം ചെയ്താൽ മരിക്കും. പിശാച് പറഞ്ഞു മരിക്കുന്നില്ല. പിശാച് പറഞ്ഞത് ദേഹം മരിക്കുന്നതിനെ കുറിച്ച്, ദൈവം പറഞ്ഞത് ദേഹി മരിക്കുന്നതിനെ കുറിച്ച്. അവൻ അനുസരണക്കേട് കാണിച്ചു, അവൻ മരിച്ചു. എവിടെ മരിച്ചു? ദേഹി മരിച്ചു. നമ്മളെ ആരെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു ആത്മാവിൽ മരിച്ചു. ആത്മാവിലല്ല മരിച്ചത്, ദേഹി മരിച്ചു. എന്താ ദേഹി? മനസ്സ്. വിശ്വസിക്കാനുള്ള ബലം നഷ്ടപ്പെടുന്നു, ആത്മാവിൽ അനുഭവിക്കാനുള്ള ബലം നഷ്ടപ്പെടുന്നു, പശ്ചാത്തപിക്കാനുള്ള ബലം നഷ്ടപ്പെടുന്നു, ആത്മജീവിതം നയിക്കാനുള്ള ബലം നഷ്ടപ്പെടുന്നു. ദൈവം പറഞ്ഞു, അവന്റെ കണ്ണു തുറന്നു, അവൻ നഗ്നനായി. അവന് മനസ്സിലായി അല്ലേ? നഗ്നനായപ്പോ പുള്ളി വേഗം പോയിട്ട് ഒരു കാര്യം ചെയ്തു. ഒരു സൂചിയും നൂല് എടുത്തോണ്ട് വന്നിട്ട് വലിയ ഇല കൊണ്ട് തുന്നി വസ്ത്രം ധരിച്ചു. ഉൽപ്പത്തിയിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പാപം ചെയ്ത് മനുഷ്യൻ ആദ്യം വസ്ത്രം ധരിച്ചു. ഇനി നിങ്ങൾ എന്നോട് പറ, ഇല കൊണ്ട് ധരിച്ച ആദം നഗ്നനാണോ അല്ലയോ? പറ. നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നഗ്നരാണോ അല്ലയോ?
അല്ല, അവർ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവമായ കർത്താവ് വന്നു. ഇല കൊണ്ട് വസ്ത്രം ധരിച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ കണ്ടപ്പോൾ മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടി. ദൈവം ചോദിച്ചു, എന്തേ ഓടിയത്? ഞാൻ നഗ്നനാണ്. അല്ല, ഇയാൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ ഇല കൊണ്ട്. എവിടെയാ വസ്ത്രം ധരിച്ചത്? ശരീരത്തിൽ. ദേഹിയോ നഗ്നമായി കിടക്കുകയാണ്. ദേഹി മരിച്ചു കിടക്കുകയാണ്. ആത്മാവ് നഗ്നമായി കിടക്കുകയാണ്. അവന് നിൽക്കാൻ പറ്റുന്നില്ല. അവന് ദൈവം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഏദനിൽ നിന്ന് അവൻ പോയി പുറത്താക്കപ്പെട്ടു. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന്. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല നമ്മൾ വായിക്കുക. ഈ ദൈവത്തിന്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവനെ തന്നെ പുറത്താക്കി. അവൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാനൊക്കെ ഇങ്ങനെ സൺഡേ സ്കൂളിൽ പഠിച്ചത്, ആദാം നമ്മുടെ വല്യപ്പൻ, ഹൗവ നമ്മുടെ വല്യമ്മ, ഏദൻ എന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു. പാപം ചെയ്ത നേരത്ത്, ഞങ്ങളുടെ ടീച്ചർക്ക് വിശ്വാസം ഇച്ചിരി കൂടുതലായിരുന്നു. പുള്ളിക്കാരത്തെ ഞങ്ങൾ പഠിപ്പിച്ചു, പാപം ചെയ്ത നേരത്ത് ദൈവം അവരെ ചവിട്ടി പുറത്താക്കിയെന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പഠിച്ചത്. പിന്നീടാണ് മനസ്സിലാക്കിയത്, ഈ കൃപയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരങ്ങ് പുറത്തായി. ദൈവം കറങ്ങുന്ന വാളുമായിട്ട് കരൂപുകൾ നിർത്തി. പിന്നെ അതിനകത്തേക്ക് കയറണമെങ്കിൽ കറങ്ങുന്ന വാൾ, അതാണ് ഈ നമസ്കാരം. നടുക്ക് ഒരു കുരിശ് വെച്ചിരിക്കുന്നു. ഈ കുരിശ് എന്താണ്? ജീവന്റെ വൃക്ഷം. അതിനു മുമ്പിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നു. അതെന്താണ്? നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. അപ്പുറത്തും ഇപ്പുറത്തും രണ്ടും മെഴുകുതിരി വെച്ചിരിക്കുന്നു. അതെന്താണ്? കരൂപുകൾ ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങുന്ന വാളിന്റെ അടുത്തേക്ക് ചെന്നാൽ എന്ത് പറ്റും? കറങ്ങുന്ന വാളിന്റെ അടുത്ത് നിന്ന് എന്ത് പറ്റും? മുറിവ് പറ്റും. അതുകൊണ്ട് ആ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ആര് പ്രവേശിച്ചാലും സുറിയാനിക്കാരന്റെ ആരാധനയുടെ മഹത്വം അവൻ ഇവിടെ വരുമ്പോൾ കാണുകയാണ്. എനിക്ക് ആ വിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ ഈ കറങ്ങുന്ന വാളിന്റെ അടുത്ത് ചെല്ലണം. അപ്പൊ നമ്മൾ മുറിവേൽക്കും, രക്തം ചീന്തും. നമുക്ക് വേണ്ടി ആര് രക്തം ചീന്തി? യേശു രക്തം ചീന്തി. അതാണ് നമ്മുടെ ആരാധനയുടെ ഒരു ഭാഗം. ശരി, ഈ പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ആദത്തിന്റെ ഉള്ളിലുള്ള ദൈവബോധത്തെ കൊന്നു. അപ്പോൾ ദൈവമായ കർത്താവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദാമ്യ സന്തതികൾ യേശുവിനെ കൊന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത്തരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം അച്ഛൻ പറഞ്ഞത്, ആദം അവന്റെ ഉള്ളിലുള്ള ദൈവബോധത്തെ അവിശ്വാസം കൊണ്ട് കൊന്നു. അപ്പോൾ ദൈവം സ്വർഗം തുറന്ന് തന്റെ പുത്രനെ അയച്ചു. ആദാമിന്റെ സന്തതികൾ ഈ പുത്രനെ കാൽവറിയിൽ കൊന്നു. യേശു മരിച്ചു. കാൽവറിയിൽ അവൻ ജീവൻ വെടിഞ്ഞു. യോസേഫും നിക്കോദീമോസും കൂടി അവനൊരു കല്ലറയിൽ കൊണ്ട് അടക്കി. ഇനി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, എങ്കിലും ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കി വലിയൊരു കല്ല് ഉരുട്ടി അങ്ങ് വെച്ചു. എന്നിട്ട് യഹൂദന്മാരും അവരുടെ പുരോഹിതന്മാരും തിരിച്ചു പോവുകയാണ്. പോകുമ്പം ഒരച്ഛന് പെട്ടെന്ന് ബോധം കിട്ടിയിട്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെ പോവല്ലേ. അപ്പോൾ അതെന്താ? അങ്ങനെ പോയ പ്രശ്നമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഇവനെ വായിക്കുന്നത്. ഒരു പോകാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു, കല്ലറയ്ക്ക് കാവൽ നിൽക്കണം. അതെന്തിനാ? ഈ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മളെങ്ങാനും ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവന്റെ ശിഷ്യന്മാരായിട്ട് കുറെ ഇതിലൂടെ നടപ്പുണ്ട്. അവന്മാരെങ്ങാനും ഈ കല്ലറ തുറന്ന് അവന്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. നാളെ എന്നിട്ട് ഈ പാലസ്തീൻ നാട്ടിൽ വിളിച്ചു പറയും, കണ്ടോ ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന്. അപ്പോൾ ഈ ചതി ആദിത്യതിനേക്കാൾ വലുതാകും. ഈ പാവപ്പെട്ട ജനം അവൻ പറഞ്ഞത് സത്യമാണ് വിശ്വസിച്ച് അവന്റെ പുറകെ പോകും. അവര് ചിന്ത ചെയ്യേണ്ടത്, പീലാത്തോസിനോട് പറഞ്ഞിട്ട് പട്ടാളത്തെ കാവൽ നിർത്താൻ പറയാം. അവര് പീലാത്തോസിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആ കല്ലറയ്ക്ക് 3 ദിവസത്തേക്ക് പട്ടാളത്തെ വെക്കണം. പീലാത്തോസ് പറഞ്ഞു, എന്റെ പോലീസിന് നിങ്ങളുടെ മതകാര്യങ്ങൾക്ക് കാവൽ നിൽക്കലല്ല പണി. പണ്ടുകൊണ്ട് ഈ പള്ളിക്ക് പോലീസ് കാവൽ നിൽക്കുന്ന പരിപാടിയൊക്കെ. നിങ്ങളുടെ മതത്തിന് മറ്റൊന്നും ഞങ്ങൾക്ക് കാവൽ നിൽക്കലല്ല, റോമാ സർക്കാരിന്റെ പട്ടാളത്തിന്റെ പണി. അപ്പൊ അവര് പറഞ്ഞു, അല്ലെ ഞങ്ങൾക്ക് കാവൽ വേണം. ഓ പീലാത്തോസ് പറഞ്ഞു, നിങ്ങളുടെ ദൈവാലയത്തിലെ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി വലിയ പട്ടാളക്കാർ കാവൽ നിർത്തിയിട്ടില്ലേ, അവരിലൊരു 5-6 പേരെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ദൈവാലയത്തിന്റെ കാവൽക്കാർ, യെരൂശലേം ദൈവാലയത്തിൽ ഒത്തിരി സമ്പത്തുണ്ട്, അത് സൂക്ഷിക്കുന്ന പട്ടാളക്കാർ അവരോട് പറഞ്ഞു അവന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ യേശുവിന്റെ കല്ലറയുടെ അവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ. ഒറ്റ ആൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാവൽക്കാർ ആ കല്ലറയ്ക്ക് ചുറ്റും വടിയും വാളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആർക്കും ചെല്ലാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അവർ ശക്തമായിട്ട് കാവൽ നിന്നപ്പോൾ 3-ാം ദിവസം ഏത് ശക്തൻ കാവൽ നിന്നാലും സത്യദൈവം ആ കല്ലറയിൽ ഉറങ്ങുന്നത് കൊണ്ട് 3-ാം ദിവസം അതിശക്തമായ ദൈവീക സാന്നിധ്യത്തിൽ ആ കല്ലറ തുറന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഈ കാവൽക്കാരെല്ലാം പേടിച്ച് വിറച്ചുപോയി. അവർ ഓടിയിട്ട് പ്രധാനാചാര്യന്മാർ അടുക്കിച്ചെന്ന് പറഞ്ഞു, അച്ഛന്മാരെ
ഒരു ചെന്നെ പറ്റിയേ നമ്മൾ വിചാരിച്ച പോലെയല്ല. അയാൾ ഉയർത്തെഴുന്നേറ്റ്, കല്ലറ തുറന്നു, ഞങ്ങൾ പേടിച്ച് വിറച്ചു പോയി. അവൻ ഉയർത്തെഴുന്നേറ്റ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അടുത്ത വചനം. അവരും പ്രമാണികളും പെട്ടെന്നൊരു കമ്മിറ്റി കൂടി. അങ്ങനെയാണ് അച്ഛന്മാർ പെട്ടെന്ന് കമ്മിറ്റി വിളിച്ചു, പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂടി. പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, കേൾക്കണം, പെട്ടെന്ന് കമ്മിറ്റി കൂട്ടിയിട്ട് അവർ പറഞ്ഞു, ഇത് കണ്ട പടയാളികളില്ലേ, അവർ വിളിച്ചിട്ട് വന്നേ, കാശ് കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞേക്കണം, അവന്റെ കല്ലറ തുറന്നെന്നും ഉയർത്തെഴുന്നേറ്റെന്നും പറയരുത്, ഇങ്ങനെ പറയണം. ഒരു എന്താ പറയണ്ടേ? ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയണം. നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാനെന്തോ സീരിയലിലെ കഥ പറയുന്ന പോലെയാണല്ലോ. രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ അവനെ പൊക്കിക്കൊണ്ട് പോയി എന്ന് നിങ്ങൾ പറയണം. 14-ാം വചനം, മത്തായി 28:14. അപ്പൊ ഈ കാവൽക്കാർക്ക് കുറച്ചും കൂടെ ബോധമുണ്ട്. അവർ ചോദിച്ചു, എന്താ പ്രധാനാചാര്യ പറയുന്നത്? അങ്ങനെയൊക്കെ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ അവിടെ നിർത്തിയേക്കണേ, കാവൽ നിർത്തിയേക്കണേ? ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വന്നല്ല അർത്ഥം. ഞങ്ങളെ കൊല്ലൂലേ, ഞങ്ങളുടെ ജീവിതത്തിന് പ്രശ്നമില്ലേ, ഞങ്ങളുടെ തൊഴിലിൽ പ്രശ്നം വരില്ലേ? അപ്പൊ ഇവര് അച്ഛന്മാർ പറയാണ്, ഞങ്ങൾക്ക് പിടിപാടുണ്ട്. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ദോഷം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പൊ ഞങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങൾക്ക് അവിടെ സ്വാധീനമുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഈ സത്യം നമുക്ക് മറച്ചു വെക്കാം. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും പല സത്യങ്ങളും മറച്ചു വെക്കാം, പല നുണയും വ്യാപരിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ നാട് ഭരിച്ച ഒരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിനെ ഒരു പെണ്ണ് കേസിനകത്ത് നമ്മളൊന്ന് നശിപ്പിച്ചു കളഞ്ഞു. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് നടക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ പണവും സ്വാധീനവും വെച്ചുകൊണ്ട് ഈ ആചാര്യന്മാർ പറഞ്ഞു, ഞങ്ങൾ കൈകാര്യം ചെയ്യാം. അടുത്ത വാക്യം കൂടെ കേൾക്കണം, അടുത്തും കൂടെ കേൾക്കണം. എന്നറിയോ? അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. അടുത്തത്, ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിൽ ഇരിക്കുന്നു. ഇന്നും എന്ന് പറഞ്ഞാൽ സ്റ്റിൽ നൗ അല്ല, അല്ല. മത്തായി ശ്ലീഹ ഈ സുവിശേഷം എഴുതുന്ന ദിവസം അതെപ്പോഴാണ്? AD 65 യേശു മരിച്ചിട്ട് 10-30 വർഷം കഴിഞ്ഞു. AD 65 മത്തായി ശ്ലീഹ ആർക്കാ സുവിശേഷം എഴുതിയത്? യഹൂദന്മാർക്ക് വായിക്കാൻ. ലൂക്കോസ് പ്രജാതികൾക്ക് വായിക്കാൻ, മത്തായി ശ്ലീഹ എഴുതിയത് യഹൂദന് വായിക്കാൻ. ഈ സാധനം കൈ കിട്ടുന്ന യഹൂദന്റെ തലയിൽ എന്താ ഉള്ളത്? ശിഷ്യന്മാർ ഇവരെ വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി. മത്തായി ശ്ലീഹ ആ തുകലിൽ ഇരുമ്പാണി കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുമ്പോൾ അദ്ദേഹം അവസാനം എഴുതി വെച്ചിരിക്കുകയാണ്, അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് ഇന്നും യഹൂദന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നുണ സത്യമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ നിത്യസത്യത്തെ പകരണം. ഇതെങ്ങനെ പകരും? സത്യത്തിൽ ഇതിനകത്ത് വക്കീലന്മാർ ആരെങ്കിലും ഇരിപ്പുണ്ടോ? വക്കീൽ വേണമെന്നില്ല, ശരി, ആ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ തന്നെ ഇത് പൊളിയും. നമ്മളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ച് ചോദ്യം ചോദിച്ചാൽ ഇവർ പറഞ്ഞത് നുണയാണെന്ന് ഇപ്പൊ തെളിയിക്കാം. എങ്ങനെയാണ്? വിളിച്ചാൽ മതി. അവന്റെ ശരീരത്തിന് എന്താ പറ്റി? അപ്പോൾ പൈസ വാങ്ങിയ ആൾക്കാർ അത് മോഷ്ടിച്ചുകൊണ്ട് പോയി. ആര്? അവന്റെ ശിഷ്യന്മാർ. എപ്പോഴും രാത്രിയിൽ. അപ്പൊ നിങ്ങൾ എന്തെടുക്കായിരുന്നു? ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിയപ്പം ശിഷ്യന്മാരാണ് കൊണ്ടുപോയതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? തീർന്നില്ലേ? ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ ഈ വാദം പൊളിഞ്ഞു. ഇത്രയും ചോദിച്ചാൽ മതി. അവന്റെ ശിഷ്യന്മാരാണ് കട്ടുകൊണ്ട് പോയതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നുണയാണെന്ന് തെളിഞ്ഞേ. ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പം അങ്ങനെ ഒരു ചോദ്യമില്ല, അങ്ങനെ ഒരു ചോദ്യമില്ല. തർക്കിച്ച് നേടാനുള്ളതല്ല ഈ ബോധ്യം. പകരം അപ്പോസ്തലന്മാര് സെഹിയോനൂട്ടുശാലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവര് പ്രാർത്ഥിച്ചിട്ട് ഈ സത്യത്തെ ഉറക്കെ പ്രഘോഷിച്ചിട്ട് പറഞ്ഞു, അവനെ ഞങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, അവൻ ഉയർത്തെഴുന്നേറ്റതാണ് സത്യം. പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ കൊല്ലും, കൊന്നാലും വേണ്ടില്ല. ഈ സുവിശേഷം എഴുതിയ മർക്കോസിനെ ഒരു കുതിര വണ്ടി കെട്ടി റോട്ടിലൂടെ വലിച്ചടിച്ചുകൊണ്ട് പോയി തല പൊട്ടി തെറിച്ച് അദ്ദേഹം മരിച്ചു. മത്തായിയെ വെട്ടിക്കൊന്നു, യോഹന്നാനെ തീയിലിട്ടു, തിളച്ചെണ്ണയ്ക്കകത്തോട്ട് ചാവാത്തോണ്ട് പത്രോസിലേക്ക് വലിച്ചെറിഞ്ഞു. പീലിപ്പോസിനെ ക്രൂശിൽ തറച്ചു കൊന്നു, പത്രോസിന്റെ തലയിലായി ക്രൂശിച്ചു കൊന്നു, പൗലോസിനെ വെട്ടിക്കൊന്നു. എന്തൊരു പീഡയായിരുന്നു! ആദ്യ നൂറ്റാണ്ടിൽ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് അടിച്ചു നോക്കണം. പല
പലതരത്തിൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു നിർത്തിയിട്ട് നെറുകത്തല തൊട്ട് ഉള്ളംകാല് വരെയുള്ള തൊലി. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് വിരുന്നുകാർ വരുമ്പോൾ കോഴിയുടെ തൊലി പൊളിക്കുന്ന പോലെ ഇങ്ങോട്ട് പൊളിക്കും, എന്നിട്ട് തിളച്ച എണ്ണക്കകത്തേക്ക് ഇടും. ക്രിസ്ത്യാനി ഇങ്ങനെ കിടന്ന് വിറയ്ക്കും, തിളച്ച എണ്ണക്കകത്ത് കിടന്ന്. അത് കണ്ടവർ പൊട്ടിച്ചിരിക്കും. എണ്ണത്തിരികൾ ഇങ്ങനെ ക്രിസ്ത്യാനിയുടെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് തീ കൊളുത്തും. ക്രൂര മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കും. സർക്കസ് കൂടാരങ്ങളിൽ ക്രിസ്ത്യാനിയെ പന്തം പോലെ കുത്തിവെക്കും. അവൻ കിടന്ന് നിലവിളിക്കുമ്പോൾ ഇവർ ആർത്തട്ടഹസിക്കും. അതിനേക്കാൾ ഭയങ്കരമായ ഒന്നുണ്ട്, സ്ത്രീകളോടുള്ള പീഡനം. മുല കൊടുക്കുന്ന സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വരുന്നത് പറയും യേശുവിനെ ഉപേക്ഷിക്കുക. അവർ പറയും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. അപ്പൊ അവരുടെ മാറിൽ നിന്ന് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ ഒരു കുരുക്കിട്ടിട്ട് ഈ അമ്മമാരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കും. എന്നിട്ട് തെരുവിലൂടെ നടത്തും. അമ്മമാരുടെ മാറിൽ കിടന്ന കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിക്കും. അതിഭയങ്കരമായ പീഡകളായിരുന്നു, സഹിക്കാൻ പറ്റാത്ത പീഡകളായിരുന്നു. ഭയമില്ലാതെ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചാലും ഞങ്ങൾ പറയും യേശുവാണ് ഞങ്ങളുടെ ദൈവം. അത്രയ്ക്ക് ശക്തിയാണ്, അത്രയ്ക്ക് ബലമാണ്. രാത്രി കാര്യങ്ങളിൽ അവർ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഗുഹയ്ക്കകത്ത് കയറി ആരും കാണാതെ പ്രാർത്ഥിക്കും. അപ്പൊ വെട്ടം ഉണ്ടാവില്ല. വെട്ടമില്ലെങ്കിൽ മെഴുകിനകത്ത് തിരിയിടും. അതാണ് മെഴുകുതിരി. എന്നിട്ട് കത്തിച്ചു വെച്ചിട്ട് പുറമെ ആരും കാണാതെ പന്തം കൊളുത്തി വെക്കാതെ, റോമൻ സർക്കാരിന്റെ വിളക്കുകളൊന്നും കാണാതെ ഗുഹയ്ക്കകത്ത് തിരി കത്തിച്ചു വെച്ചിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കും ദൈവത്തോട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചിലരെ വിളിച്ച് പറയും, എന്നാലും എൻ്റെ കൊച്ചിനെ കൊന്നല്ലോ, എന്നാലും എൻ്റെ ഭർത്താവിനെ കൊന്നല്ലോ, എന്നാലും ഞങ്ങളുടെ പപ്പായ ഇതുപോലെ പീഡിപ്പിച്ച് കൊന്നല്ലോ, അവർക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ ജീവനോടിരിക്കുന്ന വിശുദ്ധർ പറയും പേടിക്കണ്ട, പേടിക്കണ്ട. അപ്പൊ അവർ ചോദിക്കും എന്തി അവരൊക്കെ? പറഞ്ഞു അവരൊക്കെ രാജ്യത്തിലുണ്ട്. അവരെല്ലാം ശരീരത്തിൽ പോയാലും നിത്യതയിലെത്തും. കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവനുള്ളവരെ മരിച്ചവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പാട്ട് വളരെ മോശമാണ്, എങ്കിലെ വരികളൊന്നും കേൾക്കുക. ക്രൂസിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ. ക്രൂസിൽ തലചായിച്ചവൻ, കിരീടം നിങ്ങൾക്ക് വേണ്ടി മെനയെന്ന് കണ്ടപ്പോൾ മരണം സ്വീകരിച്ച സഹദേന്മാർ. നാനാവിധ യാതനയെയും കുസീടാതെ ഗളരുതിരത്താൽ, ഗളരുതിരം കഴുത്തിലെ രക്തം, ഗളരുതിരത്താൽ ധവളിമയംഗങ്ങൾ കായ് നൽകി. ധവളിമ പ്രകാശം. കഴുത്തിലെ ചോര ഇങ്ങനെ തെറിച്ചപ്പോൾ പ്രകാശം കൊണ്ട് നിറഞ്ഞു. പീഡകളെ വെന്നിഹമസിഹായേ പ്രാപിച്ചോ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലെന്നേക്കും സ്മൃതി നിങ്ങൾക്കായി. ഭൂമിയിലും സ്വർഗത്തിലും നിങ്ങൾ ഓർക്കപ്പെടും. തൂക്കപ്പെട്ട് മരത്തിൽ വിലാപ് തുറന്ന ആച്ചവളം മശിഹായെ കണ്ടപ്പോൾ മരിക്കാൻ വേണ്ടി ഓടി. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ചു. അങ്ങനെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു യേശുവാണ് ദൈവം, ഈ യേശുവാണ് സത്യദൈവം. ഒരു പ്രത്യേകത കണ്ടുണ്ട്, അതാണ് ഈ ക്രിസ്തു മതത്തിന്റെ ഒരു പ്രത്യേകത. മറ്റു മതങ്ങളെ പോലെയല്ല. മറ്റു മതങ്ങളിലെല്ലാം അവരുടെ ദൈവങ്ങളെ കളിയാക്കി കൊല്ലും. പക്ഷെ ക്രിസ്ത്യാനികളെ കൊണ്ട് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ പേരിൽ മരണം സ്വീകരിക്കുകയാണെങ്കിൽ തിരിച്ചു കൊല്ലരുത്, മരണം കൂടെ സ്വീകരിച്ചു കൊള്ളുക. ഇപ്പൊ യേശുവിന്റെ രൂപം വെച്ച് കളിയാക്കി, യേശുവിനെ പരിഹസിച്ചു, കുരിശനെ അപമാനിച്ചു, സമരവും മുറയായിട്ടൊന്നും നമ്മൾ പോയില്ല. പകരം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു നുണയെ അപ്പോസ്തലന്മാർ അതിജീവിച്ചത് ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. പകരം സഹ്യോൻ ഊട്ടുശാലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവർ ലോകം മുഴുവൻ പ്രഘോഷിച്ചു യേശുവാണ് സത്യദൈവം. അത് പറയാൻ അവർക്ക് കിട്ടിയ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവാണ് മഹത്വത്തിന് യോഗ്യൻ. യേശുവിനെ ഉയർത്തിയാൽ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എൻ്റെ അച്ഛാ, ഈ യേശുവിനെ എങ്ങനെയാണ് നമുക്കൊന്ന് ഉയർത്താൻ പറ്റുക? നമുക്ക് എന്നാ അധികാരം ഉണ്ടെങ്കിലും എന്നാ ശക്തി ഉണ്ടെങ്കിലും ഒന്നും ഈ കർത്താവിന്റെ ജീവിതത്തിൽ ഉയർത്താൻ പറ്റില്ല. സങ്കടവും വിഷമവും വന്നു കഴിയുമ്പോഴല്ലോ നമ്മളങ്ങ് തളരും. എന്നാൽ ഈ കർത്താവിലേക്ക് നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മൾ ബലപ്പെടും.
പ്രയാസവും പ്രതിസന്ധിക്ക് വരുമ്പോൾ നമ്മളങ്ങ് തളർന്ന് വീണു അല്ലേ? ചെറിയൊരു വിഷമം വന്നാൽ മതി നമ്മളങ്ങ് തളരും. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് തളരും. പിന്നെ നമ്മൾ ആ വിഷയം വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ ദൈവം അത് നല്ലതിന് വേണ്ടി മാറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. ദാരിദ്ര്യമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. പുള്ളി ഇവിടെ വിദേശത്ത് വന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞു. പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ അച്ഛനായ സമയത്തൊക്കെ വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ അച്ഛന്മാരുടെ ശമ്പളം കൊണ്ട് തികയില്ലല്ലോ. അപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടിൽ ആ ചെറുപ്പക്കാരൻ ഒരു ട്രാക്ടർ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന് എങ്ങനെ ട്രാക്ടർ വാങ്ങി? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 2 ആടിനെ വളർത്തിയതാണ്, അത് പെറ്റ് പെരുകി 150 എണ്ണമായി. അപ്പോൾ ഒന്നിച്ചെന്ന് വിറ്റിട്ട് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ട്രാക്ടർ വാങ്ങി. എൻ്റെ അച്ഛൻ ഇപ്പോൾ 2ാമതൊരു ട്രാക്ടർ കൂടെ വാങ്ങാൻ നിൽക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല ഐഡിയ ആണല്ലോ. കുറച്ച് ആടിനെ വാങ്ങിയിട്ട് അതിന് വളർത്തി വിറ്റ് കഴിഞ്ഞ് ഒരു ട്രാക്ടർ വാങ്ങി ഒരു ഡ്രൈവർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തെറ്റില്ലാത്ത ഒരു വരുമാനം കൈ കിട്ടുമല്ലോ. അങ്ങനെ ഞാനും എൻ്റെ പള്ളിയിൽ ഒരു ശുശ്രൂഷക്കാരനെയും കൂട്ടിക്കൊണ്ട് ഞാനൊരു ആടിനെ വാങ്ങാൻ പോയി. അപ്പോൾ ആടിന് 4000 രൂപ അന്ന് വരും, എന്താ യമിനാപ്പാരിയോ അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനല്ലേ എന്നാൽ പിന്നെ നന്നായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവർ 2000 രൂപയ്ക്ക് വന്നു. 2000 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഇച്ചിരി വലുതാണ്. അപ്പോൾ നമ്മൾ 2000 കൊടുത്ത് കൊണ്ടുവന്നു. എനിക്കൊരു മോട്ടോർ സൈക്കിളാണുള്ളത്. ഞാൻ മോട്ടോർ സൈക്കിളിൻ്റെ മുമ്പിൽ പുറകിലെ ഈ പുള്ളിക്കാരൻ ആടിനെ പിടിച്ചുകൊണ്ട്, അപ്പോൾ ഈ ആട് വേറെ വണ്ടിയൊക്കെ കാണുമ്പോൾ ഇതൊന്ന് കുതറും. അപ്പോൾ ഇവനിതിനെ മുറുക്കെ പിടിക്കും. അങ്ങനെ പിടിച്ച് ഞെക്കി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ഇതങ്ങോട്ട് ഇത് ട്രാക്ടറാണോ ബസ്സാണോ ടിപ്പറാണോ വാങ്ങാൻ പോകണമെന്ന് അറിയില്ല, അതുപോലത്തെ സാധനമാകാനുള്ളതാണ്. അങ്ങനെ നമ്മളിതിനെ വളർത്തുന്നു, ചപ്പ് കൊടുക്കുന്നു, പുല്ല് കൊടുക്കുന്നു, നമ്മുടെ സ്വപ്നമാണത്. 2 ദിവസം കഴിയുമ്പോൾ ഈ ആടൊക്കെ ചുമയ്ക്കാൻ തുടങ്ങി. ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പന്മാർ ചുമക്കുന്ന പോലത്തെ ചുമ, പിടിച്ചാൽ കിട്ടാത്ത ചുമ. അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങി കൊടുത്തു. 2 ദിവസം ചുമച്ചിട്ട് പുള്ളിക്കാരൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. ആട് ചത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും കൊണ്ട് ചത്തുപോയി. എനിക്കാകെ വിഷമായി. എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേലെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ആട് ചത്ത് നിർത്തലും സങ്കടപ്പെടുന്ന ഒരുത്തനാണ് ഇവിടെ വന്നിട്ട് കർത്താവിനെ കുറിച്ച് പറയണേന്ന്. നമ്മളങ്ങ് വിഷമിച്ച്. അപ്പം ഞാൻ 1-2 പേരോട് ചോദിച്ചു, ഇതെന്ത് ഈ ആട് ചാവാൻ കാരണം? ഇനി അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പം ആരെ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ ആട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തരുമ്പം ഈ കയറ് തരുമ്പോൾ 10 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന്. അത് ഞാൻ കൊടുത്തില്ല. ഇനി അതിൻ്റെ ആണോ അന്ധവിശ്വാസം കുറേ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാളെന്നോട് ചോദിച്ചത്, എങ്ങനെ ആടിനെ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു, മോട്ടോർ സൈക്കിളിൽ വലിയ ഗംഭീരമായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ പറഞ്ഞു, ഈ വണ്ടി വന്ന് പിടച്ചപ്പോഴേ പുറകെ ഇരിക്കുന്ന ശുശ്രൂഷക്കാരൻ അച്ഛൻ്റെ ആട് നശിച്ചു ചാടിപ്പോകണം വിചാരിച്ചിട്ട് അവനതിനെ കൂച്ചിക്കൂട്ടി പിടിച്ചപ്പോൾ അതിൻ്റെ നെഞ്ചിനെന്തോ പറ്റിപ്പോയി. അങ്ങനെ അത് ചത്തുപോയതാണ്. എനിക്ക് ആകെ വിഷമായി, പ്രയാസമായി. പിന്നെ ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞാലും, ദൈവമേ 2000 രൂപയുടെ ആട്, ട്രാക്ടർ, ടിപ്പർ, ഈ സാധനം തലയ്ക്കകത്ത് കയറി. ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പ്രയാസം പ്രതിസന്ധിയെല്ലാം ദൈവം ആശീർവദിച്ച് കർത്താവ് ആ മേഖലയിൽ നിന്ന്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഞാനന്ന് ആടിനെ വളർത്താൻ പോയായിരുന്നെങ്കിലോ, ഞാനൊരു ആടിനെ വളർത്താൻ അച്ഛനായി മാറിയല്ലേ. എന്നോട് കർത്താവ് പറഞ്ഞു, നീ നാട്ടിലെ ആടിനെ വളർത്താനുള്ളവനല്ല, നീ ഈ സുവിശേഷമായിട്ട് നടക്കണം. ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആട് ചത്തത് നന്നായി. അന്ന് വിഷമമായിരുന്നു, പക്ഷെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി. 2-3 ദിവസത്തേക്ക് പാടായിരുന്നു. പിന്നെ കർത്താവിനെ വെച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ മനസ്സിലായി, കർത്താവ് ഇത് നന്മയാക്കി മാറ്റും. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ഞാനിത് പറഞ്ഞ ചെറിയൊരു ഉദാഹരണം പറഞ്ഞെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഭാരങ്ങൾ വന്നാൽ അതിൻ്റെ അപ്പുറത്തോർക്കണം, അതിനെ അതിജീവിപ്പിക്കുള്ള ഒരു കർത്താവുണ്ട്. എങ്ങനെയാണ് ഈ കർത്താവിനെ ഏറ്റുപറയുക? പെട്ടെന്ന് കേട്ടോളണം. ഈ യേശുവിനെ ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. 1-2 കാര്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു വന്നു സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. യേശു മനുഷ്യപുത്രനായിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുന്നത്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിൽ ഇറങ്ങി വന്നു. അത്ര നിൽക്കണേ. അടുത്ത വചനം 3-ാം അധ്യായത്തിൽ അടുത്തത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 4-ാം അധ്യായം ആരംഭിക്കുന്ന അങ്ങനെയാണ്. 3-ാം അധ്യായത്തിൽ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ വന്നു. ഇവിടെ വന്ന് ഈ പുരോഹിതന്റെ കൈകളിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞിന്മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. എന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 4-ാം അധ്യായത്തിന്റെ ആരംഭം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം, യേശു പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടു. ഇതിന്റെ ഇടയിലുള്ള കാര്യമാണ് അച്ഛനെന്ന് പറയാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം തിരുവചനം, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4:14, യേശു പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് നിറഞ്ഞു, ഒന്ന്
ശക്തിപ്പെട്ടു. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ പണ്ടൊരു തരം കോഴി ഉണ്ടായിരുന്നു, നാടൻ കോഴി. അവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ടോ? നാടൻ കോഴി. 1 കിലോ ഉള്ള ഒരു നാടൻ കോഴി മനസ്സിൽ ചിന്തിക്കുക, അതിവിടെ നിൽക്കുന്നത്. പിന്നെ മറ്റേ കോഴിയില്ലേ, ഇറച്ചിക്കോഴിയില്ലേ, ബ്രോയിലർ കോഴി, അതിനും 1 കിലോ. ഇപ്പോൾ 1 കിലോ ഉള്ള ബ്രോയിലർ കോഴി ഇവിടെ, 1 കിലോ ഉള്ള നാടൻ കോഴി ഇപ്പുറത്ത് മനസ്സിൽ കാണുന്നു. രണ്ടിലും എന്ത് നിറഞ്ഞിട്ടുണ്ട്? മാംസവും രക്തവും എല്ലാം കൂടി നിറഞ്ഞ് ഓരോ കിലോ കൃത്യം. ഏതിനാ ശക്തി കൂടുതൽ? നമ്മൾ ബ്രോയിലർ കോഴീനെ പിടിക്കാൻ ചെന്നാൽ അതിനെ അവിടെ ഇരിക്കും അല്ലേ. നാടൻ കോഴീനെ പിടിക്കാൻ ചെന്നാലോ അത് ഈ പിള്ളേർ ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിച്ച് നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? അതിന് ഭയങ്കര എനർജിയാണ്. എങ്ങനെ അതിന് ശക്തി ഉണ്ടായി? ആ മറ്റേ കോഴീനെ വെറുതെ തീറ്റയും കൊടുത്ത് കൂട്ടി തന്നെ ഇട്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. അതവിടെ നിന്നു, അതിൽ മാംസവും രക്തം എല്ലാം വളർന്നു, അത്രേ ഉള്ളൂ. മറ്റേതോ അത് പ്രതിസന്ധികളോടും പരുന്ന് വരുമ്പോൾ കാക്ക വരുമ്പോൾ ഓടി ഒളിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ടുമായി തീറ്റ കിട്ടാൻ വേണ്ടി മാന്തി പിടിച്ചൊക്കെ ആയിട്ട് അത് എനർജി ഉള്ളതായി മാറി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പോരാ, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടണം. നീ ആരാധനയ്ക്ക് വരുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ കടന്നു വരും. അത് നിന്റെ മേൽ ശക്തിപ്പെടണമെങ്കിലോ 3 കാര്യങ്ങൾ. അത് പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും. 3 കാര്യങ്ങൾ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുക? ആദം തോറ്റെടുത്ത് യേശു ജയിച്ചു. സുവിശേഷം 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. എപ്പോൾ മുതലെന്നറിയോ? എങ്ങനെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാമെന്ന് പഠിപ്പിച്ചിട്ടു. അതാ ഞാൻ പറയാൻ പോകുന്നത്, കേട്ടുകൊടുക്കാം. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്തുതിയിൽ കേട്ടോളണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുക? സ്നാനം കഴിഞ്ഞ് യേശു മരുഭൂമിയിൽ വന്നു. അപ്പോൾ പിശാച് അവനെ പരീക്ഷിക്കാൻ വന്നു. 40 ദിവസം, ഇതൊക്കെ അറിയാലോ, 40 ദിവസം അവൻ ആ മരുഭൂമിയിൽ ഉപവസിച്ചിരുന്നു. 40ാമത്തെ ദിവസം അവന് വിശന്നു. എവിടെയാ വിശന്നേ? ശരീരത്തിൽ. എവിടെയല്ല സംബന്ധിച്ചു? എവിടെയാ വിശന്നേ? എന്തൊരു ഭവ്യതയുള്ള ഇരിപ്പ്! എവിടെയാ വിശന്നേ? ശരീരത്തിൽ, അല്ലേ? ശരീരത്തിൽ വിശന്നു. വിശന്ന് കഴിഞ്ഞപ്പോൾ ആണോ പ്രതിസന്ധി വന്നു എന്ന് പറഞ്ഞപ്പം പിശാച് മെല്ലെ വന്നു. 40 ദിവസം മാറി നിന്ന പിശാച് യേശു തളർന്നു എന്നറിഞ്ഞപ്പം മെല്ലെ മെല്ലെ യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, വിശക്കണ്ടല്ലേ? ചോദ്യം ഇങ്ങനെയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ. ആദ്യത്തെ ചോദ്യം തന്നെ പിശാചിന് കേൾക്കണം. യോർദാൻ നദിയിൽ വെച്ച് കർത്താവ് സ്നാനം സ്വീകരിച്ച സമയത്ത് സ്വർഗ്ഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ആ ദേശത്തുള്ള മുഴുവൻ ആൾക്കാർ കേട്ടു. യേശുവും കേട്ടു, നാട്ടുകാരും കേട്ടു, യോഹന്നാനും കേട്ടു. ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 40 ദിവസം മുമ്പ് കേട്ട ഈ മഹനീയമായ ശബ്ദം യേശുവിന്റെ കാതുകളിൽ ഇങ്ങനെ ചെലമ്പൊലി പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞപ്പോൾ പിശാച് വന്നിട്ട്, നീ ദൈവപുത്രനാണ് എങ്കിൽ, ഒരു ഡൗട്ട്, ക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് ഒരു സംശയം, നീ ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേ? നിങ്ങൾ എന്ത് ചെയ്യുന്നറിയില്ല. ഞാനാണെങ്കിൽ, ഞാൻ ദൈവപുത്രനാണെന്ന് നിനക്ക് ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എന്തൊക്കെ കല്ലാവുന്നു, എന്തൊക്കെ അപ്പമാവും നോക്കിയോ. കള്ളപ്പം, നെയ്യപ്പം, വട്ടയപ്പം, കുഴലപ്പം, അച്ചപ്പം, ഏത് ടൈപ്പ് അപ്പം വേണമെങ്കിലും, യേശു പറഞ്ഞാൽ ഏത് ടൈപ്പ് അപ്പം വേണമെങ്കിലും, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറ. യേശു എന്താ പറഞ്ഞത് ആർക്കറിയാം? ദിവസം വായിച്ചിട്ടുള്ളത് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെയല്ല പറഞ്ഞത്, ശരിയാണ്. നമ്മളെല്ലാം അത്ര വായിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല അതിനകത്ത്. യേശു പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എവിടെ? ബൈബിളിലാണെന്ന് എനിക്കറിയാം. ബൈബിളിൽ എവിടെ? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ മോശ ദീർഘദർശിയോട്, എന്റെ പിതാവിന്റെ ഒരു വചനം കിടപ്പുണ്ട്, ഒരു വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് മോശ ദീർഘദർശിയോട് ആവർത്തന പുസ്തകം 8:3 എന്റെ ദൈവം പറഞ്ഞ വചനം, ഞാനത് വിശ്വസിക്കുന്നു. ആദം എന്ത് വിശ്വസിച്ചില്ല? വചനം. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ മരിക്കുമെന്ന വചനം ആദം വിശ്വസിച്ചില്ല.
മോശ നബിയോട് ദൈവം കൊടുത്ത വചനം പുത്രൻ പറഞ്ഞു, വചനം വിശ്വസിക്കണം. ഈ കല്ലപ്പമായിട്ടുള്ളതല്ല എൻ്റെ ജീവിതം. എന്താണ് അതിൻ്റെ അർത്ഥം? യേശു എന്താ പിശാചിനോട് പറഞ്ഞെന്നറിയോ? പിശാചേ, നിന്റെ അടുത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കല്ലപ്പമാക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. ഞാനത് ഒന്നോടൊന്ന് തുറന്നെന്ന് പറയും, ഒന്ന് തൊലിപൊളിച്ചെന്ന് പറയാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം കല്ലായിട്ട് കിടക്കണം. എല്ലാ കല്ലും അപ്പമാക്കരുത്. എല്ലാ കല്ലും, ഉദാഹരണം കൊച്ചുങ്ങളോട്, മക്കളോട്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചു വാങ്ങുന്ന മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പമാണ്. കോപ്പി അടിച്ചു വാങ്ങുന്നത് കല്ലാണ്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളോട്, ദൈവം നിങ്ങൾക്ക് ഈ നാട്ടിൽ തന്ന ജോലിയിൽ നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് നിങ്ങളുടെ തലമുറയ്ക്ക് അപ്പമാണ്. അന്യായമായി ഉണ്ടാക്കുന്നത് കല്ലാണ്. ഇവിടെ ഇരിക്കുന്ന ദമ്പതികളോട്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ പരസ്പരം ശരീരം പങ്കിട്ടും ജീവിതം പങ്കിട്ടും നിങ്ങളെടുക്കുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അപ്പമാണ്. ആവിഹിത ബന്ധം കല്ലാണ്. കല്ല് അപ്പമാക്കരുത്. അപ്പമാക്കാൻ പറ്റും, അപ്പമാക്കരുത്. കല്ല് അപ്പമാക്കിയാൽ എന്താ കുഴപ്പം? മെഡിക്കൽ സയൻസ് അറിയുന്നവർക്കറിയാം, കല്ല് കണ്ടമാനം തിന്നു കഴിഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ട്. എന്ന് വെച്ചാൽ ദഹിക്കില്ല. കല്ല് ദഹിക്കില്ല. ഇന്ന് പല കുടുംബങ്ങളിലും ദഹനമില്ല, പല കുടുംബങ്ങളിലും അസ്വസ്ഥതയാണ്, ദഹിക്കുന്നില്ല പലതും. കാരണം എന്താണെന്നറിയോ? കല്ലായി കിടക്കേണ്ടതൊക്കെ അപ്പമാക്കി. കൊടുക്കേണ്ടത് കൊടുത്തില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല. ചില പാപം ഉരുട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. കുഞ്ഞെ, ഇതിന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം, ഈ ദഹനക്കേടിന് കാരണം ചില കല്ലൊക്കെ നീ അപ്പമാക്കി. യേശു പിശാചിനോട് പറഞ്ഞു, ഇതൊക്കെ കല്ലായി കിടക്കാനുള്ളതാണ്, അതെന്റെ ജീവിതത്തിൽ അപ്പമാകാനുള്ളതല്ല. ശരീരത്തിന്റെ വിശുദ്ധി, ഈ അപ്പം തിന്നുന്നത് ശരീരത്തിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വിദേശ നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ, ചിലരുടെ ബാച്ചിലേഴ്സ് ആയിരിക്കാം, ചിലർക്ക് കുടുംബം ഉണ്ടായിരിക്കാം. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന് പ്രീതികരമായ ആരാധനയായി അർപ്പിക്കണം. 1 കൊരിന്ത്യൻസ് 6:19, 1 കൊരിന്ത്യൻസ് 3:20. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം, മശിഹായുടെ കാഹളനാദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കേണ്ട തേജസ്സിന്റെ ശരീരമാണിത്. ഇതിനൊരു തേജസ് ഉണ്ട്. ഇത് കെടരുത്. ചെറിയ ഉദാഹരണം, തൂത്തൊട്ടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുകയാണ്. ഒരു 8 വർഷം മുമ്പ്. അപ്പോൾ ഒരു സഹോദരി കൗൺസിലിങ്ങിന് വന്നിരുന്നു. പുള്ളിക്കാരത്തി എൻ്റെ അടുത്താണ് വന്നിരുന്നത്. അപ്പം എന്നോടൊന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ മടുത്ത ജീവിതം. അപ്പം ഞാൻ സൗദിയിലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നത് യൂറോപ്പിലേക്ക് IELTS എഴുതി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ പോകുന്നില്ല, എഴുതുന്നില്ല. ഞാൻ ചെന്ന പറ്റി ഞാനാണ് ആദ്യം സൗദിക്ക് പോയത്. അതിനുശേഷം എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളുടെ ടാക്സിയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ കൂടെ 2-3 വേറെ നേഴ്സുമാരുണ്ട്. അതിലൊരാളുമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഒരു മോശം ബന്ധം ഞാനത് കണ്ടുപിടിച്ചു. എനിക്ക് താങ്ങാൻ പറ്റിയില്ല അച്ഛാ, എനിക്ക് താങ്ങാൻ പറ്റിയില്ല. വഴക്കായി ബഹളായി ഞാനും കൂടി തിരിച്ചു പോന്നു. പുറകെ പുള്ളിയും പോന്നു. പിന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ക്ഷമിക്കാൻ പറഞ്ഞു. ഞാൻ ക്ഷമിച്ചു അച്ഛാ. വീണ്ടും ഞങ്ങളവിടെ പോയി ജീവിച്ചു. അപ്പോഴാണ് IELTS പഠിച്ച് ഇങ്ങോട്ട് പോകുന്നൊരു കാലമൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനത് പഠിക്കാൻ വേണ്ടി ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ പുള്ളിക്ക് എപ്പോഴും കണ്ടമാനം തെറ്റായ ബന്ധമുണ്ട്, ഇനി എനിക്ക് പറ്റില്ല അച്ഛാ. പുള്ളിക്കാർക്ക് പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല. ഒരു കൊച്ചുണ്ട്, അതിനെ എൻ്റെ അമ്മ നോക്കിക്കൊള്ളു. ഞാൻ എൻ്റെ വഴിക്ക് പോവാണ്, അല്ലെങ്കിൽ മരിക്കും. കുറേ നേരം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഇതിനോട് എന്താ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. ഒരു 10 വർഷമൊക്കെ 10-12 വർഷം മുമ്പിലായതുകൊണ്ട് എനിക്ക് അത്രയും പക്വതയും ഇപ്പം തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ചേച്ചി, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയാം, നിങ്ങൾ അച്ഛന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റും, ജീവിതം എൻ്റെ അല്ലേ. അങ്ങനെയൊക്കെ കുറച്ച് നേരം പറഞ്ഞു. അപ്പോൾ ചേച്ചി, അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, ധ്യാനം കൂടി കഴിഞ്ഞ് കുമ്പസാരം കഴിഞ്ഞിട്ട് ഒന്നോടെ കാണാം, കാരണം എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി, ഇത്രയും അച്ഛന്മാരുണ്ടായിട്ട് ഒരു കഴിവും ബലം ഇല്ലാത്ത ഒരുത്തിൻ്റെ അടുത്താണല്ലോ കൗൺസിലിങ്ങിന് വന്നത്, വേറെ ഒരിടത്തും പോയാൽ മതിയായിരുന്നു. ഈ ചേച്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവും തോന്നുന്നു. ഈ ചേച്ചി മെല്ലെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ, അത് ദൈവികമാണോന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ ഉള്ളിലൊരു തോന്നൽ, ഇത് ചോദിക്കുന്നു. പക്ഷെ ചോദിക്കാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ കാര്യം ചോദിക്കാനൊട്ട് കൊള്ളുകയില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലു കിട്ടും.
പക്ഷെ ചോദിച്ചില്ല എങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നാ അച്ഛൻ ചോദിക്കുക എന്നാന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഒന്നും വിചാരിക്കരുത്. ഒരു 10-30 വയസ്സുള്ള ഒരു സ്ത്രീയോട് ഏകദേശം അതേ പ്രായത്തിൽ നിൽക്കുന്ന ഒരു വൈദികൻ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമല്ല എങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുമ്പോൾ ഒന്നും വിചാരിക്കരുത്, അച്ഛൻ ചോദിക്കച്ഛൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാനിരിക്കുന്നു, പുള്ളിക്കാരത്തിൽ നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഭർത്താവിൻ്റെ ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അതെ, തെറ്റിദ്ധരിക്കൊന്നും ചെയ്തത്, എനിക്കിങ്ങനെ ചോദിക്കാൻ തോന്നിയതുകൊണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ, അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയും. അപ്പം ഞാൻ പറഞ്ഞു, ഈ പാപം നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ആരാ? അപ്പം ഞാൻ പറഞ്ഞു, ഹോശിയ 5:4 ഒരു വചനമുണ്ട്, വ്യഭിചാര ദുർഭൂതം നിങ്ങളെ വഴിതെറ്റിക്കുന്നു. ആരത് കൊണ്ടുവന്നത്? സത്യത്തിൽ ഞാൻ പേടിച്ച ചോദിച്ചത്. അവരെൻ്റെ നേരെ രൂക്ഷമായിട്ട് നോക്കി, അവരെ കസേരയിലിരുന്ന് ഒറ്റ കരച്ചിലിങ്ങനെ വരുന്നു. എന്നോട് പറഞ്ഞു, ഞാനാ ഇതെന്നെ പറ്റി, ഞാനാണ് ആദ്യം അവിടെ പോയത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ കൂടെ കൂടി. അവിടെ ഒരു തെറ്റായ ബന്ധം നടന്നു. ഞാനാദ്യം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, നാട്ടിലുള്ളപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് അങ്ങനത്തെ വല്ല വിഷയം ഉണ്ടായിരുന്നു? ഇല്ല. ഞാൻ പറഞ്ഞു, സഹോദരി ഹോശിയ 5:4 എടുത്ത് വായിക്കുക, ഹോശിയ 4:12 എടുത്ത് വായിക്കുക. ഇതൊരു പൈശാചിക പേടിയാണ്. ഇത് പകരും, ഇത് തലമുറയിലേക്ക് വരെ പകരും. നീ അനുദപിച്ച നിലവിളിക്ക്. പുള്ളിക്കാരി എങ്ങനെ അടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിന്നെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വലിയ ദർശനപരമുള്ള അച്ഛനൊന്നുമല്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇത് നിന്നോട് ചോദിക്കാൻ ആ ധൈര്യം എനിക്കെന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ചോദിച്ചതിൻ്റെ അർത്ഥം നിന്നെ രക്ഷിക്കാനാണ്. ഞാനിതിവിടെ പറഞ്ഞത്, പ്രിയ ദൈവമക്കളെ, പാപം നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കിടന്നാൽ പിശാച് നമ്മുടെ മേൽ അവകാശവാദം പറയും. യേശു പറഞ്ഞു, എൻ്റെ ശരീരം ലോകത്തിന്റെ മോചനത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കാനുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട്, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി യാഗമാകാൻ ദൈവം തന്നതാണ്. അമ്മമാരോട്, മക്കളോട് ഇതിനൊരു തേജസ്സുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇതിന്റെ വിശുദ്ധിയിൽ ഇതിനെ കൊണ്ടു നടക്കണം. അന്ധവിശ്വാസങ്ങളെ കീഴെ കൊണ്ട് വെക്കരുത്. 1, പറയാൻ സമയമില്ല. 2, അപ്പൊ പിശാചിന് മനസ്സിലായി, ശരീരത്തിന്റെ വിശുദ്ധിയിൽ തൊട്ട് ഇവന്റെ അടുത്തേക്ക് കയറാൻ പറ്റില്ല. പിശാച് മാറി. പിശാച് പറഞ്ഞു, എന്നാൽ പിന്നെ വേറൊരു പരീക്ഷണം. ദേഹത്ത് യേശുവിന്റെ ശരീരത്തിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ യേശുവിന്റെ ദേഹിയിലേക്ക് പിശാച് വന്നു. പിശാച് ചോദിച്ചു, അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അവർ യേശുവിനെ ഒരു ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, താഴെ കണ്ടോ? താഴെ കണ്ടുമാൻ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? മശീഹ വരും. നിങ്ങൾ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർ ദൈവാലയത്തിന് അവിടെ ചെന്ന് ഭിത്തിയിൽ ഇങ്ങനെ തലയടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ ആടി പ്രാർത്ഥിക്കും. അപ്പം മേലോട്ട് നോക്കണേ എന്താണെന്നറിയോ? മശീഹ വന്നുണ്ടോ എന്ന് നോക്കണേ. അവരുടെ പ്രതീക്ഷയുണ്ട് മശീഹ വരും. അതാണ് ഈ മുസ്ലിം പള്ളിയിലെ കണ്ടില്ല, വലിയൊരു മിനാരം പോലത്തെ ഒരു സാധനം, ഈസാ നബി വരും എന്നാണ് അവരുടെ വിചാരം. അപ്പം അങ്ങനെ മശീഹ വരുന്നുണ്ടോ ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കണം. പിശാച് പറഞ്ഞു, നീ മേലെ നിന്ന് താഴോട്ട് ചാട്. ഇത്രയും പൊക്കത്തിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ സത്യത്തിൽ അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ കൈ കാലും കൂടിയും. പക്ഷെ നീ ദൈവോത്തരനാണ് താഴോട്ട് ചാടുമ്പോൾ. സങ്കീർത്തനം 91 ഒരു വചനമുണ്ട്, നിന്റെ കാല് കല്ലിൽ തട്ടാതെ ദൂതന്മാർ കാത്തുകൊള്ളും. അല്ലെ, വലിയ മരത്തിന്റെ മുകളിൽ പ്ലാവലയും അല്ലെങ്കിൽ മറ്റേ ഇലകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ താഴോട്ട് വരുന്നത് പോലെ നീ താഴോട്ട് ചെല്ലുമ്പോൾ ഇതെന്താടാ എന്ന് കരുതി ആളുകൾ വന്നിട്ട് നിന്നെ ഏറ്റെടുക്കും. ചാട്. യേശു പറഞ്ഞു, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് അത് പറ. നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് എവിടെ? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ എന്റെ പിതാവിന്റെ വചനമുണ്ട്, ദൈവത്തെ പരീക്ഷിക്കരുത്, എടുത്ത് ചാടരുത്. അല്ല, നിങ്ങൾ അങ്ങനെ ചാടാറുണ്ട്? എവിടെയാണ് നമ്മൾ എടുത്തു ചാടുന്നത്? മനുഷ്യനിൽ കിടക്കുന്ന ഒരു വൈകാരിക പ്രശ്നമാണ് ഈ എടുത്തുചാട്ടം. എവിടെയാണ്? ചിലപ്പോൾ നമ്മുടെ മനസ്സ് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ തീരുമാനിച്ചു, ഞാനൊരു പാപം ചെയ്യില്ല, മനസ്സ് നന്നായി, പ്രവൃത്തിയിലും നന്നായി. പക്ഷെ ചില സമയത്ത് ചലതി ചെന്ന് ചാടുമെന്നിട്ട് പറയും, എൻ്റെ പൊന്നച്ച, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അങ്ങനെ ചെയ്യുമെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു സാധനം അങ്ങനെ വരില്ല. നമുക്ക് അങ്ങനെ വരാറുണ്ട്. നിങ്ങളുടെ ഇരിക്കും കഴിഞ്ഞാൽ പരിമല തിരുമേനിയുടെ തൊട്ടുപുറത്തുണ്ട് ഒരു സാധനം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ തീരുമാനിക്കും, കർത്താവേ, ഈ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് ഞാൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ അങ്ങയുടെ ന്യായവിധിയുടെ മുമ്പിലേക്ക് വരുന്നവരെ ഒരു പാപം ഒന്നും ചെയ്യാൻ ഇടവരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഞായറാഴ്ച ഇറങ്ങുന്നു, ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങും. താഴെ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പാപം ചെയ്യും. എന്നിട്ട് നമ്മൾ വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് പറ്റിപ്പോയി. എന്താ കാരണം അറിയോ? റോമ 7:15 ഉത്തരം കിടക്കുന്നത്. നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് നല്ലതാണ്, നല്ല മനസ്സാണ്. നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പാപം ചെയ്യാൻ ആഗ്രഹമില്ല. ശരീരവും മനസ്സും നല്ലതാണ്. നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന
പാപമാണ്. എന്റെ അവയവങ്ങളിൽ പാപം പറ്റിക്കിടക്കുന്നു. അവയവങ്ങളിൽ പാപം പറ്റിക്കിടക്കുകയാണ്. നമ്മുടെ ബോധ മനസ്സിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വിഷയം വരുമ്പോഴേക്കും എല്ലാം കൂടി പുറത്തേക്ക് വരും. നമ്മൾ തീരുമാനിച്ചു, എന്നാ പിന്നെ 8 നമുക്ക് കഴിഞ്ഞാൽ ഇനി എന്റെ ഭർത്താവിനോട് കാന്ത എന്ന് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ കാന്തൻ കോന്തനായി പോയി. കാരണം എന്താണ്? ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വരികയാണ്. ചെറിയൊരു വിഷയം പോലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അതെവിടെ അത് പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. ഞാനിനി മദ്യപിക്കുന്ന പരിപാടിയില്ല, തീരുമാനം എടുത്ത് നേരെ പോയി കൂട്ടുകാരെ വിളിച്ചത് വാടാ ചെറുത്, എന്നാ പിന്നെ ആയിക്കോട്ടെ, അടുത്ത പ്രാവശ്യം തൊട്ടായിക്കോട്ടെ. ഇത് പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. യേശു പറഞ്ഞു, അങ്ങനെ പരീക്ഷിച്ച് ചാടാനുള്ളതല്ല ജീവിതം. ജീവിതത്തിൽ ഏതൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും ചാടരുത്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. ഇനി പാപത്തിന്റെ പ്രേരണ വന്നാൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ പൊങ്ങച്ചാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പൊങ്ങച്ചൻ പറയണല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുവാണെങ്കിൽ അത് ദൈവം എനിക്കൊരു പോയിന്റ് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ക്രിസ്ത്യാനി, നിന്റെ മുട്ടില്ലേ, കാൽമുട്ട്, അവിടെ ഇച്ചിരി താഴ്മുണ്ടാവും. ഞാനൊരു ധ്യാനത്തിന് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ധ്യാനത്തിന് തീ പറക്കണം. തീ ഇങ്ങനെയല്ല, മനുഷ്യൻ അനുതാപത്തിന്റെ നിലവിളികളും പ്രാർത്ഥനകളും. അപ്പൊ ഞാൻ അവിടെയുള്ള ചെറുപ്പക്കാരോട് ചോദിച്ചു, എന്തൊരു ദൈവ തേജസ്സാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഇവിടുത്തെ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? അവർ കണ്ടിട്ടുണ്ട്. അതിലാ പോണത് അച്ഛന്മാരില്ലേ, അവരുടെ കാലിന്റെ മുട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എങ്ങനെ കാണാനാ? ഒട്ടകത്തിന്റെ മുതുക് പോലെയാണ്. ഒരു ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് മുട്ടുകുത്തി ആ കല്ലിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജനത്തിന് വേണ്ടി നിൽക്കും. പക്ഷെ അതെങ്ങനെയാണ്? PG വർഗീസ് എന്ന് പറഞ്ഞൊരു ബന്ധുക്കോസുകാരനുണ്ട്. പുള്ളി പോട്ടാ ധ്യാന കേന്ദ്രത്തിൽ എന്താ നടക്കണമെന്ന് അറിയാൻ പറഞ്ഞു. പുള്ളിയുടെ പുസ്തകത്തിൽ പുള്ളി എഴുതി. പുള്ളി തൂത്തുട്ടിലെ തിരുമേനിക്ക് പുസ്തകം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എഴുതി, ഞാൻ പോട്ടാ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു, ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. മാത്യു നായ്ക്കമ്പറമ്പിൽ, ജോർജ് പനക്കൽ എന്നിങ്ങനെ ചില പുരോഹിതന്മാരെ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ കാലിന്റെ മുട്ടാണ്. അത് ഒട്ടകത്തിന്റെ മുതുക് പോലെ ഇങ്ങനെ തഴമ്പിച്ചിരിക്കുന്നു. ജനത്തിന് വേണ്ടി മുട്ടുകുത്തി. ഞാൻ പറയട്ടെ കുടുംബനാഥന്മാരോട്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തോരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മിശിഹ ലോകം മുഴുവന് വേണ്ടി ഗത്സമന തോട്ടത്തിൽ മുഴങ്കാലിൽ വീണ് പ്രാർത്ഥിച്ചു. കുടുംബത്തിന് വേണ്ടി എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി എന്തോരം മുഴങ്കാലിൽ വീണ് നിലവിളിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, എടുത്തു ചാടാനുള്ളതല്ല ഈ ജീവിതം. അപ്പൊ പിശാചിന് മനസ്സിലായി, ഇവന്റെ മനസ്സിനെ എടുത്തു ചാടിക്കാൻ പറ്റില്ല. അതിന്റെ ഉള്ളിലൊരു ശാന്തതയുണ്ട്. നമുക്കാണ്, ഞാനടക്കം ഭയങ്കര എടുത്തിയായിട്ടാണ് വെറുതെ കയറി ആവശ്യമില്ലാത്തതിനൊക്കെ കയറി വർത്താനം പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. എന്തിനാണ്? ഏത് വിഷയം കയറി പിടിക്കും. സൂര്യന്റെ കീഴിലുള്ള ഏത് വിഷയത്തിൽ കയറി പിടിച്ച് ചുമ്മാ അഭിപ്രായം പറയണം. ചിലയിടത്ത് മിണ്ടാണ്ടിരിക്കണം, കുറച്ച് സമയത്ത് പ്രാർത്ഥിക്കണം. വാർത്താനും ചാട്ടവും എടുത്തും ബഹളവും. വീടുകളിൽ എങ്ങനെയാ ഒന്ന് സമാധാനപ്പെട്ടിരുന്നെങ്കിൽ. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ പ്രായമുള്ളവർ കുടുംബ വഴക്കുണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചേച്ചിമാർക്ക് ഒരു മരുന്ന് കൊടുക്കും. എന്നാ മരുന്ന്? പട്ടഞ്ചൊക്കാതി തൈലവും ബലവലിച്ചാതി എണ്ണയാണോ? അല്ല, ഇങ്ങനെ ഒരു മരുന്ന് കൊടുത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൻ ദേഷ്യപ്പെട്ട് വരുമ്പം നീ വായിൽ ഒരു കപ്പ് വെള്ളം കൊണ്ടിരിക്കാൻ പറയൂ അത്രേ. ഇന്ന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വെച്ച് ആദ്യം തുപ്പും. പണ്ടങ്ങനെ പറയുന്നതിൻ്റെ കാര്യം വാ തുറക്കാതിരിക്കാനായിരുന്നു പറയുന്നത്. ചില മേഖലകളിലേക്ക് നമുക്കൊരു നിശബ്ദത, ഒരു ശാന്തത. ഇതാ ബൈബിൾ പറയുകയാണ്. ക്രിസ്തുവിനോട് പറഞ്ഞു ചാടാൻ പറഞ്ഞു. ക്രിസ്തുവിനറിയാം ചാടുമ്പോഴല്ല ദൈവദൂതം പിടിക്കുക, വീഴുമ്പോഴാണ്. വീഴുന്നതും ചാടുന്നതും തമ്മിൽ വ്യത്യാസം. ഇപ്പൊ 2 അവസാനത്തത് പെട്ടെന്ന് തീർക്കണമല്ലോ. ഇപ്പൊ 2 പരീക്ഷണങ്ങളിലും യേശുവിനെ തകർക്കാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ പിശാച് പ്രധാനപ്പെട്ട മേഖലയിലുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാൻ പറയും, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും നേരം പറഞ്ഞത് മറന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിശാച് യേശുവിനെ ഒരു ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി ശരീരത്തെ പരീക്ഷിച്ചു. ശരീരത്തിന്റെ പരീക്ഷ യേശു അതിജീവിച്ചു. മനസ്സിനെ പരീക്ഷിച്ചു, അതിനെ യേശു അതിജീവിച്ചു. അപ്പോൾ യേശുവിനെ ഒരു ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്ക്, ഈ കാണുന്നതൊക്കെ കണ്ടോ? യെരൂശലേം ദേവാലയം, എരീഹോ പട്ടണം, ദാവീദിന്റെ ഗോപുരം, അത് ഇത് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഒക്കെ എന്റെയാ. പിശാച് പറയണം, ഒക്കെ എന്റെയാ. ആണോ? പിശാചിന്റെ ആണോ? ആ, എങ്ങനെയാ? പണ്ട് ആദാമിനെ ഏൽപ്പിച്ചതാ, ആദം പിശാചിനോട് കൊടുത്ത്. ഇപ്പൊ പിശാച് പറഞ്ഞു, ഒക്കെ എന്റെയാ. അടുത്ത് കേൾക്കണം, എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ 2 പരീക്ഷണങ്ങളിൽ ഒരു സമ്മാനവും പുള്ളി ഓഫർ ചെയ്തില്ല. നീ കല്ലപ്പമാക്കുകയാണെങ്കിൽ ഞാൻ അത് തരാം, നീ ചാടുവാണെങ്കിൽ ഞാൻ നിനക്ക് വേറൊരു സാധനം തരാം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല.
മൂന്നാമത്തെ പരീക്ഷണം, നിന്റെ ആരാധന ഒന്ന് നിർത്തുവാണെങ്കിൽ, പിതാവാം ദൈവത്തെ ആരാധിക്കുന്ന രീതി ഒന്ന് നിർത്തി നീ എന്നെ ഒന്ന് വണങ്ങിയാൽ നിനക്ക് എന്നാ വേണേലും തരാം. കേട്ടോളണം. ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ദേശത്ത് നിന്ന് പിശാചിന്റെ സാന്നിധ്യത്തെ അകറ്റുന്ന അതിശക്തമായ ആയുധത്തിന്റെ പേരാണ് ആരാധന. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം ആരാധന. ബൈബിളിൽ എടുത്ത് നോക്ക്, വായിച്ചു നോക്ക്. പഴയ നിയമം തൊട്ട് ദൈവജനം എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർ ഒരു ബലിപീഠം പണിത് കർത്താവിനെ ആരാധിച്ചു. എന്തിനെന്നറിയോ? ആ ദേശത്തിന്റെ തിന്മ കെടാൻ. അപ്പോസ്തലന്മാർ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്താൻ തുടങ്ങി. പൗലോസിന്റെ വള്ളം, ബോട്ട്, കപ്പല് ആകെ പ്രശ്നമായി. ഇപ്പൊ ചാവുന്നായി. കടലിളകി കപ്പല് തകരുകയാണ്. അപ്പോൾ അവൻ അവരെല്ലാം കൂട്ടി അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. അവരുടെ ജീവിതം സമാധാനപരമായി. പിശാചിന്റെ ശക്തിയെ തകർക്കുന്ന അതിശക്തമായ ഒരു ശുശ്രൂഷയുടെ പേരാണ് ദൈവാരാധന. പിശാച് എന്ത് ചെയ്യുന്നറിയോ? ഈ ആരാധന നിർത്തുകയാണെങ്കിൽ സമ്മാനം വരത്തില്ല, എന്നാ വേണേലും തരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏറ്റവും പ്രധാനമാണ് ആരാധന. അത് ജീവിതത്തിൽ മുടങ്ങരുത്. നിങ്ങൾക്ക് ഇവിടെ വെള്ളിയാഴ്ചയാണ് ആരാധിക്കാൻ കിട്ടിയെങ്കിൽ ആരാധന മുടങ്ങരുത്. ആരാധനയുടെ വില എത്ര തിരക്കുണ്ടെങ്കിലും, നാളെ ഓണാഘോഷം ഉണ്ടാവും, ആരാധന കഴിഞ്ഞിട്ട് പോകണം, വേറെ പല പരിപാടി ഉണ്ടാവും. ആരാധന കഴിഞ്ഞ് അതെന്റെ ദൈവത്തെ ആരാധിച്ച് എൻ്റെ ജീവിതത്തിന് ചുറ്റും കൊടുക്കുന്ന ദൈവിക സംരക്ഷണമാണ്. എനിക്കിതിൻ്റെ ആഴമെന്ന് അറിയാൻ മേലായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ അടുത്ത ഞായറാഴ്ച അച്ഛൻ എൻ്റെ വീട്ടിൽ വരണം. ഞാൻ ചെന്ന എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിക്കുകയാണ്. അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ മരിച്ചാണ്. അവളുടെ ചേച്ചിക്ക് 5 വയസ്സായിരുന്നു അന്ന്. അവളുടെ ചേച്ചിയുടെ കല്യാണം അച്ഛൻ വരുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ അച്ഛനുള്ളപ്പോഴാണ് നടത്തിയത്. ആ അച്ഛൻ വേണ്ട പോലെയൊന്നും ഞങ്ങളെ കരുതിയില്ലെങ്കിലും അച്ഛൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പക്ഷെ ഞാൻ ഈ മോളോട് പറഞ്ഞു, മോളെ നീ ഭാഗ്യവതിയാടി, ഇപ്പൊ വന്നേക്കണം അച്ഛൻ എന്ത് സ്നേഹമുള്ള അച്ഛനാണെന്ന് പറയും. ചേച്ചി ഒരൊറ്റ പൊക്കൽ, ഞാനതൊരു ഫ്ലാറ്റ്. നിനക്ക് നല്ല അനുഗ്രഹമുള്ളൊരു അച്ഛൻ നല്ല സ്നേഹമുള്ള അച്ഛനാണ്. അച്ഛൻ എല്ലാം മുമ്പിൽ നിന്ന് ചെയ്തു തരും മോളെ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛൻ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അടുത്ത ആഴ്ച 10:30 ആകുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിലുള്ളവർ വരും. 11:30 പരിപാടി കഴിഞ്ഞിട്ട് അവർക്ക് പോകണം, കുറച്ച് ദൂരമുള്ളവരാണ്. അച്ഛൻ ഒരു 10:30 ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, ചേച്ചി 10:30 ആകുമ്പോൾ കുർബാന ചെയ്യുള്ളൂ, അച്ഛൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരണം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു വിധവയുടെ നിലവിളിയാണല്ലോ, ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന് മാത്രമല്ല എന്നെ ചേച്ചി അങ്ങ് പൊക്കി. ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ലാത്ത രീതിയിൽ ചേച്ചി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി 11 മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പം 11 മണി കഴിയരുത് കേട്ടോ അച്ഛാ. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ 11 മണിക്ക് എത്തും. അപ്പം ഞാൻ കപ്പിയേറ്റോണ്ട് ചേട്ടൻ പറഞ്ഞു, അച്ഛൻ 11 മണിക്ക് അങ്ങനെ പോലെ 10:30 കുർബാന കഴിഞ്ഞ് പിന്നെ സെമിത്തേരിയിലേക്ക് പോയി വന്ന് പിന്നെ അച്ഛനെ ആരെങ്കിലും കാണാനുണ്ടാവും. എങ്ങനെയാണ് അച്ഛൻ 11:30 മുമ്പ് അവിടെ എത്താൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് 11 മണിക്ക് എത്തും, ചേട്ടൻ്റെ കൂടെ കയറിക്കൊള്ളാം. അന്നത്തെ കുർബാന അന്ന് മൊബിലൈസേഷൻ ഇല്ല, കട്ട്. ബാക്കി സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എക്സ്പ്രസ് പോകുന്ന പോലെയാണ്. കാരണം അതാണ്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിലെ കല്യാണം. നമ്മളങ്ങനെ വെച്ചൊടിച്ചു. അപ്പം 5-ാം തുപ്തനൊക്കെ വൈകുന്നേരമോ ബീലക്സിനോ എനിക്ക് കലി അങ്ങോട്ട് കയറി. എൻ്റെ ഒരു നീട്ടി വാഹനം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ. നമ്മൾ ഒരു കണക്കിൽ കഴിഞ്ഞു, സെമിത്തേരി പോയി, എല്ലായിടത്തും കൂടി ധൂപമൊക്കെ വീശി ഓടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഇങ്ങനെ പോവുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കല്യാണത്തിന് പോകണം, പാവപ്പെട്ട ചേച്ചീൻ്റെ വീട്ടിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ചെന്നപ്പോൾ തന്നെ ചേച്ചി, അമ്പാ ഞാൻ പറഞ്ഞില്ലേ റജിയച്ചൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചേച്ചി അവിടെ എന്നെ അങ്ങോട്ട് പൊക്കി പറഞ്ഞു, ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, അത്രയ്ക്ക് സ്നേഹമാണ് പാവപ്പെട്ടവരോടൊക്കെ പറഞ്ഞ്. ഞാനവിടെ ഇങ്ങനെ കേമത്തിൽ നിൽക്കുകയാണ്. 11 11:15 11:30 ആയപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ തുടങ്ങല്ലേ. അപ്പോൾ ഈ ചേച്ചി എന്നോട്, അച്ഛാ ഇവളുടെ പപ്പ മരിച്ചേ പിന്നെ ഞങ്ങളെ നോക്കിയത് ഇവളുടെ പപ്പയുടെ അനിയനാണ്, ഇപ്പം വരും. 11:35 11:40 ഈ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഇതാണ്. 11:45 എനിക്ക് സ്വഭാവം അങ്ങോട്ട് മാറി, കലി കയറി. കാരണം പള്ളിയിൽ കുറേ കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി 11:45 ചേച്ചി 11 മണി പറഞ്ഞാൽ ചേച്ചി ഇപ്പം വരും അച്ഛൻ. അപ്പോൾ ദേഷ്യപ്പെടാനും മേല, കാരണം നമ്മുടെ നന്മവരാക്കി വെച്ചേക്കുവാണല്ലോ, പൊങ്ങാനും മേല താഴാനും മേല. ഞാനിങ്ങനെ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കപ്പേരനോട് പറഞ്ഞു, ഞാൻ അന്നേരം പറഞ്ഞില്ലേ. അപ്പോൾ ഈ ശുശ്രൂഷക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഇടയ്ക്കിടെ നമുക്ക് നല്ല കുത്തും തരും. അച്ഛനോട് അന്നേരം പറഞ്ഞല്ലേ, അച്ഛന് വല്ലതും മനസ്സിലായോ. അപ്പോൾ ഈ താങ്ങ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 12 മണി ആകാനായപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി 12 മണിക്ക് എന്താണേലും. അപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടിൽ വന്നവർക്ക് വെള്ളം കൊടുക്കുന്നു, അച്ചപ്പം കൊടുക്കുന്നു, ഫംഗ്ഷൻ തുടങ്ങുന്നില്ല. അപ്പോൾ ചേച്ചി എന്താ അയാളെന്താ വരാത്തത്? അയാൾ ഇപ്പോൾ വരും അച്ഛാ. ഒരു 12:05 ആയപ്പോൾ ഒരു പുള്ളിക്കാരൻ കിതച്ച് വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 1 മണിക്കൂർ നിങ്ങൾ എവിടെയിരുന്നു? നിങ്ങളല്ലേ ഇവിടുത്തെ പ്രധാന ആൾ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്തൊന്നും അറിയാം, എൻ്റെ അച്ഛ
കല്യാണം എന്താണെങ്കിലും ഞങ്ങളുടെ ആരാധന 12 മണിക്കാണ് തീരുക. അതിനുശേഷം 5 മിനിറ്റ് കൊണ്ട് ഞാനിവിടെ എത്തി. ആരാധന കഴിയാണ്ട് എങ്ങനെയാച്ചാ പോരണേ? പുള്ളി ബന്ധക്കോസുകാരനായിരുന്നു. പള്ളിയിലെ വലിയ ക്യാമറ അച്ഛൻ സുവിശേഷകൻ 10:30 വീട്ടിൽ ചെന്ന് നിൽക്കാണ്ട് വായ പൊളിച്ചിരുന്നു. ഞാൻ ലജ്ജിച്ചു പോയി. ഈ പുള്ളിക്ക് പറയുമ്പം കപ്പേരിയേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി. അടുത്ത ആഴ്ച നമുക്ക് കൺവെൻഷൻ ഉണ്ടേ. ഞാൻ അന്ന് തീരുമാനിച്ചു, ആരാധനയോട് കാണിച്ചൊരു അവഗണന എനിക്ക് എൻ്റെ നെഞ്ചി കൊണ്ടൊരു നാണക്കടയായി. കർത്താവേ, എന്താ ഞാൻ കാട്ടിയേ? അവര് നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് പൊക്കി വെച്ച് അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ചുമ്മാ ആരാധനയ്ക്ക് വലുത്. ആരാധനയ്ക്കൊരു വില കൊടുക്കണം. ആരാധനയ്ക്ക് വില കൊടുക്കാതെ നമ്മൾ ഇതിൻ്റെ എല്ലാം പുറകിൽ കൂടെ പോവാണ്. പിശാച് പറഞ്ഞു, നീ ദൈവത്തെ ആരാധിക്കുന്നത് മാറ്റി എന്നെ ആരാധിക്കുക. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഇന്ന് സുറിയാനിക്കാരൻ്റെ നെഞ്ചിനകത്തെ പിശാച് കയറ്റി വെച്ചിരിക്കുന്നു കണ്ടമാനം ദുരാരാധന. ചില ആളുകൾ നാളാരാധിക്കുന്ന ആളുകൾ, നാള് 139 സങ്കീർത്തനം വായിച്ചാൽ നാളാരാധിക്കില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ്, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് നിനക്ക് രൂപം കിട്ടുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. നിന്റെ നാള് കണ്ട ജ്യോതിഷക്കാരൻ, നിന്റെ നാള് കണ്ട ആശാരി നിന്റെ സമയം എപ്പോഴാണ് കണ്ടെന്നറിയോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്ത് വന്നതിന് ശേഷം. സങ്കീർത്തനം 139:15-16 പറയുകയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. ദൈവം അങ്ങനെ ഒരു സമയം ക്രമീകരിച്ചു. ജനിക്കുന്നതിന് മുമ്പ് നിന്റെ ദിവസങ്ങൾ ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി. എന്നിട്ട് ഇവിടെ കാർത്തിക വിശാഖ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കന്നിമൂല, ആ മൂല, ഈ മൂല, കുറെ പേര് അങ്ങനെ. കുറെ പേര് എന്തെങ്കിലും പറഞ്ഞ പല്ല് ചലച്ച പിന്നെ വിഷയമാണ്. കണ്ടില്ലേ, പല്ല് ചലച്ചു. പല്ല് എന്തിനാ ചലച്ചത്? അവരെ മേൽ കല്യാണാലോചന നടത്തുന്നതാണ്, ആണും പെണ്ണും. അത് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ സുറിയാനിക്കാരുടെ വിശ്വാസം വരെ താഴ്പോയി. ഏതെല്ലാം തലങ്ങളിലാണ് കിടക്കുന്നത്? അന്ധവിശ്വാസങ്ങൾ പലതും തലയിൽ കയറി കിടക്കുന്നു. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഓടി വന്നു. അവൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈ മോതിരൊന്ന് വാഴ്ത്തി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പുള്ളി ഒരു 40 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നു. അപ്പം ചോദിച്ചു, നീ എന്താ ഇവിടെ തന്നെ വരാൻ കാരണം? അപ്പം ഞാനിങ്ങനെ അഹങ്കരിച്ചു. ഞാൻ ഈ സുവിശേഷമൊക്കെ പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ട് ഞാനെന്തോ ശക്തിയുള്ള അച്ഛനാണെന്ന് ഈ പുള്ളി അറിഞ്ഞിട്ട് 40 കിലോമീറ്റർ ദൂരെ വരികയാണ്. അപ്പം ഞാനെന്നാ പുള്ളിയോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ മദ്ബഹായി കയറി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വന്നു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ മദ്ബഹായി കയറി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇപ്പോൾ പറഞ്ഞതിൻ്റെ തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കും. തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മോതിരം പ്രാർത്ഥിച്ചു. 8-9 കല്ലൊക്കെ അതിനകത്തുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് അവന് കൊടുത്തു. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെ അന്ന് 2000-ൻ്റെ നോട്ടുണ്ട്, ഒരു 2000 രൂപ എൻ്റെ അടുത്തെടുത്ത് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു മോതിരം വാഴ്ത്തതിന് 2000 രൂപയോ? അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ല, എനിക്ക് വേണ്ട, അല്ല അച്ഛൻ ഇത് വെക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ല, അത് മോശമല്ലേ, 2000 രൂപയ്ക്കുള്ള വാഴ്ത്തലില്ലത്. അപ്പം ഇവൻ എന്നോട് പറയണേ അല്ല, ഈ മോതിരം വാഴ്ത്തി തരുന്ന അച്ഛന് 2000 രൂപ കൊടുക്കണമെന്ന് മറ്റേ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു കണിയാൻ പറഞ്ഞു വിട്ടേക്കുന്ന ഈ പുള്ളിനെ. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇവിടെ തന്നെ വരാനുള്ള കാരണം എന്താണ്? അപ്പോൾ പുള്ളി പറയാണ്, ആ കണിയാൻ എന്നോട് പറഞ്ഞു, ഗീവറീസ് സഹദായുടെ പള്ളിയിലെ അച്ഛനെ കൊണ്ട് വാഴ്ത്തിക്കണമെന്ന്. വന്ന വഴിക്ക് വേറെ കുറേ പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കണിയാൻ കൊള്ളാലോ, പുള്ളിക്ക് ഒരു 500 കൊടുക്കുകയാണെങ്കിൽ ഇനിയും ടീമിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പട്ടിണി മാറി കിട്ടും. 2000 രൂപ എൻ്റെ കയ്യിൽ. അപ്പം ഞാനത് വാങ്ങിയിട്ടോ, സത്യത്തിൽ ഞാനത് വാങ്ങി ഇവനെ പ്രാർത്ഥിച്ച് വിട്ടു. പുള്ളി പോയി. ഞാൻ മുറിക്കകത്ത് കയറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്തിനാണ് കൂട്ടുന്നത്? ഒരു അന്ധവിശ്വാസത്തിന് കൂട്ടുനിന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിച്ച് വിട്ടു. ഞാൻ അവനോട് സുവിശേഷം പറയണമായിരുന്നു. പക്ഷേ ഈ 2000 കൈ കിട്ടിയപ്പോൾ ഇതൊക്കെ ഞാൻ മറന്നു. അവൻ ഭയങ്കര സന്തോഷത്തോടെ പോയി. 1.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും ലഡു പൊട്ടി, വീണ്ടും 2000. പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഇപ്പം മുഖമൊക്കെ വാടിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്നാ സഹോദര, ഒരു കാര്യം പറയാൻ വന്നത്. എന്നാ? അച്ഛനൊന്നൊരു മോതിരം വാഴ്ത്തി തന്നില്ലേ? പോവാ. അപ്പോൾ അവന് ഈ മലഞ്ചരക്കിൻ്റെ ഒക്കെ കച്ചവടം. പുള്ളി പറഞ്ഞു, അതിന് പോറലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചാക്കൊക്കെ എടുത്തിടുമ്പോൾ അതിങ്ങനെ ഊരിയിട്ട് പോക്കറ്റിലിടും, പുറകിലത്തെ പോക്കറ്റിലിടും. 1 പവനോ 1.5 പവനോ അങ്ങനെ ഈ മോതിരം തന്നെ. പിന്നെ അതിന് ഈ വില കൂടിയ കല്ലുകളൊക്കെ വെച്ചേക്കുന്നത്. അച്ഛൻ ഞാനിത് വാങ്ങാനുള്ള കാരണം എല്ലാ ആഴ്ചയിലും കണക്ക് കൂട്ടുമ്പോൾ എൻ്റെ കടയിൽ നിന്ന് 5000-6000 രൂപ കാണാതെ പോവാണ്. 2000-ൻ്റെ നോട്ടൊക്കെ കാണാതെ പോവാണ്. അന്ന് ക്യാമറ ഒന്നും അത്ര അധികമില്ല. ഇതെങ്ങനെ പോണേന്ന് എങ്ങനെ നോക്കിയിട്ട് അറിയില്ല. പണിക്കാരൊന്നും അങ്ങനെ കയറാറില്ല എൻ്റെ മുറിക്കകത്തേക്ക്. പക്ഷെ എപ്പോഴും പൈസ പോവാണ്. ഈ മോതിരം ഞാൻ വാങ്ങിയത് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാമ്പത്തിക സംരക്ഷണത്തിന് വേണ്ടി വാങ്ങിയതാണ്.
അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് പൈസ പോയോ? മോതിരം വാങ്ങിയ പിന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടന്നത്, പക്ഷേ ഇപ്പം മോതിരടക്കം പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ വന്നേ? അച്ഛനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ആ മോതിരം എവിടെ കിടക്കണേന്ന് പറയാവോ? അപ്പം ഇവൻ എന്നെ കൊണ്ട് നിർബന്ധിക്കുക, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് പറ. സത്യത്തിൽ ഞാൻ കണ്ണടച്ചപ്പോൾ കൂരാക്കൂരിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നും അങ്ങനെയൊന്നും വെളിപ്പെട്ട് കിട്ടുന്നില്ല, എവിടെയെങ്കിലും കിട്ടും. അവരിങ്ങനെ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അച്ഛന്മാരുടെ ഇങ്ങനെ അച്ഛൻ എൻ്റെ മോൾ ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ അയർലൻഡിൽ പോകണം, അച്ഛനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക, കൂരാക്കൂരിട്ട്. ചുമ്മാ അച്ഛന്മാരോട് പറയുന്നത് ഇത് കാണണ്ടേ? അപ്പോൾ ഈ പുള്ളിക്കാർക്ക് ഇങ്ങനെ വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി കർത്താവ് എൻ്റെ അടുത്ത് തന്നെ കൊടുത്തു. ഞാൻ അവനോട് എടുത്തിട്ട് പറഞ്ഞു, അടുത്ത തിങ്കളാഴ്ച തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമുണ്ട്, നീയും ഭാര്യയും കൂടെ വരികയാണ്. നീ അന്ന് 2000 രൂപയിൽ നിന്ന് പോയ അന്ന് തൊട്ട് എൻ്റെ ചങ്കിനകത്ത് സമാധാനമില്ല. നീ അന്ധവിശ്വാസത്തിൻ്റെ കീഴിലാണ്. ഞാൻ അതാണ് വാഴ്ത്തിയത്. ഞാനങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛാ ബിസിനസ് തിരക്കാണ്, എനിക്ക് എങ്ങനെ പോരാൻ പറ്റും? ഞാൻ പറഞ്ഞു, നീ വന്നേ പറ്റൂ. പുള്ളി പറഞ്ഞു വരാം. പുള്ളി ധ്യാനത്തിന് വന്നു. തൂത്തൂട്ടിയിൽ ഒരാഴ്ച ധ്യാനം കൂടി. ധ്യാനം കൂടി പുറത്തേക്ക് ഇറങ്ങി എന്നോട് എൻ്റെ അച്ഛാ മോതിരം പോയാൽ പോട്ടെ, എൻ്റെ നെഞ്ചിനകത്ത് ഒരു അന്ധവിശ്വാസം വലിച്ചെറിഞ്ഞല്ലോ. സ്തോത്രം. പുള്ളി പിറ്റേ ആഴ്ച തൊട്ട് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പുള്ളിയും ഭാര്യയും മക്കളും കൂടി ഇടവപ്പള്ളി പോകും. പ്രിയപ്പെട്ടവരെ, അടുത്തത് കേൾക്കണം. നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ വെറുതെ നിങ്ങളെ വളണ്ടടിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. ഈ പുസ്തകം സാക്ഷി. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം 6 2000-ൻ്റെ നോട്ട് ഒരു കച്ചവടക്കാരന് എൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. 6 2000-ൻ്റെ നോട്ട്. പുള്ളി അത് വാങ്ങി മേശക്കകത്തേക്ക് ഇട്ട് മേശ ഇങ്ങനെ അടയ്ക്കുമ്പോൾ പുള്ളിയുടെ കടയുടെ മുമ്പിലുള്ള ആ റോട്ടിൽ ഒരു ബൈക്കും ഓട്ടോറിക്ഷയും കൂടെ കൂട്ടിയിടിച്ച് എല്ലാം കൂടെ അവിടെ വീണ്. എല്ലാവരും ഓടി, പുള്ളിയും ഓടി. പുള്ളി ഓടി. ഈ ചെറുക്കനെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് ഓർത്തത്, കടയിൽ പൈസ അടച്ചില്ലോ. പുള്ളി തിരിച്ചു വരുമ്പോൾ പുള്ളി ഏറ്റവും വിശ്വസിച്ച ഒരു പണിക്കാരൻ 2 2000-ൻ്റെ നോട്ട് ഇങ്ങനെ പോക്കറ്റിലേക്ക് ഇടുകയും ഇയാൾ കാണുകയും കയ്യോടെ പിടിച്ച് ചോദ്യം ചെയ്തു. ഇത്രയും നാൾ പൈസ കട്ടവനെ കയ്യോടെ കണ്ടുപിടിച്ച് പുള്ളി എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, നിന്റെ കയ്യെ കിടക്കുന്ന മോതിരമല്ല നിന്റെ രക്ഷ, നീ ആരാധിക്കുന്നതിൻ്റെ ദൈവമാണ്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എവിടെയാണ്? അവനെ പറഞ്ഞു വിട്ടു. ആ ചെറുക്കൻ്റെ സമാധാനം 2 3 വർഷമായിട്ട് ഇവന് സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം വെളിപ്പെടുത്തി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പിശാചിന്റെ സാന്നിധ്യമുള്ള ചെറുക്കനെ ആ കടയിൽ തന്നെ കർത്താവ് എടുത്ത് മാറ്റി കളഞ്ഞു. ഒരു തരത്തിലുള്ള അന്ധവിശ്വാസത്തിനെ കൂട്ടിക്കരുത് അല്ലേ? അത് വാങ്ങിയിട്ട് ഇത് വാങ്ങിയിട്ട് നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കണം. എനിക്കറിയാമല്ലോ ഇവിടെ ഉണ്ടോന്ന്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നിങ്ങൾ ഈ കൂട്ടുകാരെ കൊണ്ട് തരുന്ന അമ്പലത്തിലെ ഭക്ഷണമൊന്നും ദൈവത്തെ കഴിക്കരുത്. കഴിച്ചു നിർത്തും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കർത്താവ് ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, വിജാതിയർ ബലിയർപ്പിക്കുന്നത് ബലിയാലിനാണ്, അതിൽ എൻ്റെ മക്കൾ പങ്കാവാൻ പാടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഭയങ്കര ഫനാറ്റിക്കായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ചില ആളുകളുണ്ട്, എവിടെയെങ്കിലും കയറി ബസ് കയറാൻ നേരത്ത് ശ്രീലക്ഷ്മി ബസ്സിൽ കയറൂല. അപ്പോൾ അവർ കയറുന്നത് സെന്റ് ജോസഫ്, സെന്റ് മേരീസ്, അതിൽ മാത്രമേ കയറുള്ളൂ. ബോർഡല്ല നോക്കുന്നത്, ബസ്സിന്റെ പേരാണ് നോക്കുന്നത്. ഹിന്ദുക്കളുടെ പേരോ മുബാറക്ക് എന്ന പേരുടെ ബസ്സിൽ കയറൂല. അതല്ല വിശ്വാസം, അതല്ല വിഷയം. ദൈവത്തിന് വിരുദ്ധമായ ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത്. തീയുള്ളൊരു വിശ്വാസം നെഞ്ചിനകത്തുണ്ടാകണം. ദൈവത്തെ ഉയർത്തണം, ആരാധിക്കണം. ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അച്ഛന് സ്നേഹത്തോടൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കണം. നാട്ടിലേക്ക് ഇപ്പോൾ ഒരു വിഷയം, ആരാധനയില്ല, സൺഡേ സ്കൂളേ ഉള്ളൂ. ആരാധനയില്ല. എല്ലാം കഴിയുമ്പോൾ കാറിനകത്ത് കൊണ്ടുവന്നിട്ട് കോഴീനെ ഇറക്കുന്നല്ല ഇറക്കുകയാണ് സൺഡേ സ്കൂൾ. എവിടെ ആരാധന? കൊച്ചുങ്ങൾക്ക് ആരാധനയില്ല, ഒന്നുമില്ല. ആരാധന കഴിഞ്ഞിട്ടായിരിക്കണം സൺഡേ സ്കൂൾ. ആരാധന വേണ്ടേ? ദൈവത്തെ ആരാധിപ്പിക്കണം. ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. ആരാധിക്കുമ്പോൾ പൈശാചിക സ്വാധീനങ്ങൾ അകന്നു പോകുന്നു. യേശു പറഞ്ഞു, എത്ര നാളത്തേക്ക് ആരാധന? എത്ര നാളത്തേക്കാണ്? ഞാൻ വീണ്ടും വരുന്നത് വരെ, ഞാൻ വീണ്ടും വരുന്നത് വരെ ഈ കർത്താവിനെ ആരാധിക്കണം. ഈ കർത്താവിനെ ഉയർത്താനാണ് ദൈവം നമ്മൾ വിളിച്ചത്. മാർത്താണ്ഡവർമ്മ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാരൻ, ഇവിടെ കോളനിവൽക്കരണത്തിൽ നിന്ന് പട്ടാളക്കാരനെ പിടിച്ച് ജയിലിലിട്ട്. ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾക്ക് യുദ്ധം ചെയ്യേണ്ടതില്ല, ഇയാൾക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാർത്താണ്ഡവർമ്മയുടെ ജയിലിൽ കിടന്നുകൊണ്ട് ഈ പട്ടാളക്കാരൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, പിള്ളേച്ചൻ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഈ പട്ടാളക്കാരൻ, ഡച്ച് പട്ടാളക്കാരൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ എന്തോ ഈ പ്രാർത്ഥിക്കണത്? അപ്പോൾ അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. പിള്ളേച്ചൻ കുറേ നാൾ കേട്ട് കഴിഞ്ഞപ്പോൾ പിള്ളേച്ചൻ പറഞ്ഞു, അയ്യോ ഈ യേശു എന്തൊരു നല്ല സ്നേഹമാണ്. ആ പിള്ളേച്ചനെ നാട്ടുകാർ പിന്നെ വിളിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ തമിഴ്നാട്ടിൽ ചെന്ന് കാണാം, ദൈവസഹായം. കേട്ടിട്ടുണ്ടോ? ദൈവസഹായം പിള്ള. ഇവിടെ യുദ്ധത്തിന് വന്നവൻ ഇവിടെ സുവിശേഷം നടത്തിയില്ല പോയത്. കർത്താവിനെ ഉയർത്തണം.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റണം, യേശു അല്ലാതെ വേറൊരു ദൈവമല്ല. നിങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കി, അതിൽ ഇച്ചിരി കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ പത്രോസിന് മരിക്കേണ്ടി വരുമായിരുന്നു. ഇച്ചിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ പൗലോസിന് മരിക്കേണ്ടി വരുമായിരുന്നു. സത്യദൈവം യേശു ക്രിസ്തു, അവനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കും? യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സ്നേഹമാവില്ല. യോഹന്നാന്റെ സുവിശേഷം 14:23 യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുക എന്നാൽ എൻ്റെ വചനം അനുസരിക്കുക. എൻ്റെ വചനം അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ ഈ വചനം അനുസരിക്കണം. ഇതിൽ പെടാത്തതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യമെന്ന് ഞാൻ കരുതുന്നെങ്കിൽ എടുത്ത് ദൂരെ കളയണം. യേശുവിനെ സ്നേഹിക്കണം. എന്താണ് പ്രതിഫലം? പ്രതിഫലം എന്ന് അറിയൂ, ഇഹത്തിലും പരത്തിലും നീ ഒരു വാഴ്വായിരിക്കും. അവൻ നമ്മളെ തള്ളിക്കളയില്ല. ആ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അച്ഛൻ പറഞ്ഞ ഏറ്റവും ചുരുക്കി ഇത്രയേ ഉള്ളൂ, യേശു മാത്രമാണ് എൻ്റെ ദൈവം. ആകാശത്തിൻ്റെ കീഴിൽ മാനവവർഗത്തിൻ്റെ രക്ഷയ്ക്ക് യേശു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുന്നേക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. അനീഷ, യേശു നീ, യേശു നീ. നിങ്ങളെ കൊണ്ട് കഴിയുന്നതോടെ ഒന്ന് പ്രാർത്ഥിക്കുക. യേശു നീ, യേശു നീ എന്നൊരു പാട്ടുപാടി നമ്മളൊന്ന് ആരാധിക്കുകയാണ്. എല്ലാ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ യേശു മാത്രമാണ്. ഇന്നലെ പിള്ളേർ പാട്ട് പ്രിപ്പയർ ചെയ്തൊന്നും എനിക്കറിയാൻ മേല, എങ്കിലും ആ പാട്ട് പഴയൊരു പാട്ടാണ്, എല്ലാവർക്കും അറിയാമായിരിക്കാം. യേശു നീ, യേശു നീ, എല്ലാം മുട്ടും മടങ്ങും. ആ പാട്ട് പാടി കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. നീ മാത്രം എൻ്റെ ദൈവം. ഒരിക്കൽ കൂടി യേശു നീ, യേശു നീ, യേശു നീ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. കുഞ്ഞാടെ വാഴ്ത്തുവിൻ, കുഞ്ഞാടെ
എല്ലാവരും ഒരിക്കൽ കൂടി യേശു നീ ഈ നെഞ്ചാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. അടക്കത്തോടെ നിന്ന് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കുക. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എൻ്റെ യേശു. ഈ ഭൂമിയിൽ അനേക കല്ലറകളുണ്ട്. തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരു കല്ലറ എൻ്റെ യേശുവിൻ്റെ കല്ലറ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ഏക ദൈവം, ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ്റെ മുമ്പിൽ സകല ആധിപത്യങ്ങളും മുട്ടുമടക്കി പോകും. രോഗികളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. രോഗത്തിൻ്റെ അരൂപികൾ അവൻ്റെ മുമ്പിൽ ഭയത്തോടെ നിന്നിട്ട് വിട്ടുപോയി. പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോയി. തകർന്ന ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പണിതുയർത്തപ്പെട്ടു. മകനെ, മകളെ, ഈ 8 നോമ്പിൻ്റെ നാളുകളിൽ ഈ ബലിപീഠത്തിൻ്റെ അരികിൽ നിന്ന് യേശുവിൻ്റെ നാമം നിന്റെ നാവിലൂടെ ഉയർന്നാൽ, റോമ 10:9, ഈ യേശു കർത്താവാണെന്ന് നീ ആധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും. എൻ്റെ യേശുവെ, എൻ്റെ ഭവനത്തെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കിങ്ങനെയും കൂടെ പറയാൻ തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൻ്റെ മുമ്പിൽ സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ വഴികളെ അടച്ചുകൊണ്ട് ഏതെങ്കിലും പ്രതികൂല രൂപികൾ നിൽക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭവനത്തിലെ ചില പാപങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ, ചില തളർച്ചകൾ എൻ്റെ ഭവനത്തെ തകർക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ കടലിലേക്ക് മാറ്റിക്കളഞ്ഞ് നിന്റെ ജീവിതത്തിന് മുമ്പിൽ വഴി തുറക്കുന്ന സർവശക്തനായ ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്നാണ് അവൻ്റെ പേര്. അർത്ഥം ദൈവം നമ്മോട് കൂടെ. കർത്താവെ, കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പൊന്നേശുവിൻ്റെ വലിയ